بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على سيدنا ونبينا محمد وآله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما ينفعنا والحقنا بعبادك الصالحين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم افتح علينا بالحق وأنت خير الفاتحين. وبعد കാണുന്ന രീതിക്ക് ഇരിക്കാം. وبعد نعم. فإذا فرغت من الوضوء فقل أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت عملت سوءا وظلمت نفسي أستغفرك وأتوب إليك فاغفر لي وتب علي إنك أنت التواب الرحيم. اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين واجعلني صبورا شكورا واجعلني أذكرك ذكرا كثيرا وأسبحك بكرة وأصيلا. ഇവിടെ പറഞ്ഞ അദ്കാറുകൾ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുതൽ പറഞ്ഞ അദ്കാറുകൾ, ഇത് പറയുമ്പോൾ കൈ ഉയർത്തി കണ്ണും ഉയർത്തി ദുആ ചെയ്യുന്നതാണ് സുന്നത്ത്. കാരണം സുജൂദ് നിസ്കാരത്തിൻ്റെ ഖിബ്ലത്ത് എവിടെയാണ്? കഅബയാണ്. ദുആഇൻ്റെ ഖിബ്ലത്ത് ആകാശ. ദുആഇൻ്റെ ഖിബ്ലത്ത് ആകാശ. കാരണം ഖൈർ ഇറങ്ങുന്നത്, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഇറക്കുന്നത് അവിടുന്നാണ്. അതുകൊണ്ടല്ലേ എന്താണ് ഖൈറും ഷർറും ദുആ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നുണ്ടല്ലോ. അതായത് ഹാജത്ത്, അതായത് ഒരാൾ ദുആ ചെയ്യുമ്പോൾ ഹാജത്ത് കൂടുമ്പോൾ ഇങ്ങനെയാവും, ഇങ്ങനെ ദുആ ചെയ്യുക. ഷർറ് നീക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ദുആ ചെയ്യുക, ഇങ്ങനെ ദുആ ചെയ്യുക. അതായത് ഇതാ നീക്ക് റദ്ദ് ചെയ്യ്, അല്ലാഹുമ്മ അദ്ഫഅ അന്നൽ ബലാഅ വൽ വബാ എന്നൊക്കെ പറയും. ഇങ്ങനെയാണ് ദുആ ചെയ്യുക. ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കിയിട്ട് മുസീബത്തൊക്കെ നീക്കണമെന്ന് അറിയുന്നത് എങ്ങനെ ദുആ ചെയ്യുക? ഇങ്ങനെയാണ്. അതായത് ഹാജത്തൊക്കെ ഭയങ്കരമാണെങ്കിൽ അതായത് ഇങ്ങനെ ദുആ ഉണ്ട്, പിന്നെ ഇങ്ങനെ ഉണ്ട്. ഹാജത്ത് കൂടുമ്പോൾ ഇങ്ങനെ അറഫക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ദ്വാരുന്നത് ഇങ്ങനെയൊന്നല്ല, ലക്ഷ്യം കണ്ടായിരുന്നു എന്നല്ല. അഫ്ളൽ ഇങ്ങനെയാണ്. കാരണം അത് തഅദ്ദുബൻ റംലി റഹിമഹുല്ലാഹ് അങ്ങനെ പറഞ്ഞത്. ഇമാം റംലി റഹിമഹുല്ലാഹ് പറഞ്ഞു ദ്വാരിക്കുമ്പോൾ ഏതാ അഫ്ളൽ, ഇങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കാം. അതിൽ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഏതാണെന്ന് അഫ്ളൽ എന്ന് അറിഞ്ഞിട്ടില്ല, രണ്ടും ആക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ റംലി റഹിമഹുല്ലാഹ് പറഞ്ഞ എന്ത് ഇങ്ങനെ ആക്കലാണ് നല്ലത്. ഇപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക, ഇത് മുമ്പത്തെ ഹദീസിൻ്റെ ഭാഗമാണ്. എന്ത് ഹദീസിൽ എന്താ നമ്മൾ പറഞ്ഞല്ലോ അഷ്ഹദു, അതല്ല, ആ ഹദീസല്ല, രണ്ടാമത്തെ ഹദീസ് സുന്നത്താന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ. ഹദീസുൽ അഅ്ളാ നമ്മൾ പറഞ്ഞ് അതിൽ വലിയ ഖിലാഫുണ്ട്. ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞ് ലാ അസ്ല ലഹു ആണെന്ന് പറഞ്ഞ് അല്ലേ. പക്ഷെ നമ്മൾ പറഞ്ഞ് ഹദീസുൽ അഅ്ളാഇൻ്റെ ആ പേര് ഇടാത്ത വേറെ ഒന്നുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു ഓരോ അവയവം അല്ലേ. അപ്പോൾ ആ സുന്നത്തായ ദിക്ർ അതേ രൂപത്തിൽ ഹദീസ്, മറ്റൊരു ഹദീസ് വന്നിട്ടുണ്ട്. ആരേലും ഒരാൾ വുളൂ കഴിഞ്ഞിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീൻ വജ്അൽനി മിനൽ മുതതഹിരീൻ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി الثمانية. അല്ലെങ്കിൽ അബ്വാബുൽ ജന്നത്തി الثمانية യദ്ഖുലു മിൻ അയ്യിഹാ ഷാ. അയാൾക്ക് സ്വർഗത്തിൻ്റെ 8 വാതിലും തുറന്നു കൊടുക്കും, അതിൽ ഏത് വാതിലിന് വേണമെങ്കിലും അയാൾക്ക് പ്രവേശിക്കാം. അപ്പോൾ
أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين. അപ്പോൾ അത് സുന്നത്താണ്. പിന്നെ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് അതും വേറൊരു സുന്നത്താണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ് അദ്കാർ വാരിദുണ്ട്, അദ്കാർ വാരിദുണ്ട്. അതാണ് ഏറ്റവും ടോപ്പ് അദ്കാർ. വാരിദായ അദ്കാറാണ് ഏറ്റവും ടോപ്പ് അദ്കാർ. അതിൻ്റെ മുകളിലൊരു ദിക്ർ ലാ യുഅല അലൈഹി. വാരിദായ അദ്കാർ ഏറ്റവും ടോപ്പ് അദ്കാറാണ്. ലിമാദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അൽഫാദ് കൂടിയാണല്ലോ. അതൊരാൾ ഒരിക്കലും വിടരുത്. വാരിദായ അദ്കാർ ഒരിക്കലും വിടരുത്. രണ്ടാമത്തെ അദ്കാർ മുനാസിബുല്ലിൽ ഹാലായ അദ്കാറുണ്ട്. എന്ത്? മുനാസിബുല്ലിൽ ഹാലായ അദ്കാർ. അത് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുള്ള അദ്കാർ നോക്കുമ്പോൾ മുനാസബത്തുണ്ട്. ഇപ്പോൾ ഉറക്കത്തിൽ നനയ്ക്കും അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി, അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ഉള്ള ദുആ, അല്ലെങ്കിൽ കഴിക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ, അല്ലെങ്കിൽ അപ്പോൾ അതിലൊക്കെ ഒരു മുനാസബത്തുണ്ട്. അതുപോലെ മുനാസിബുല്ലിൽ ഹാലായ ദുആകളുണ്ട്. ആ ദുആകൾ നമ്മൾ പറയും നല്ലതാണ്. ഒരാൾ ആ ദുആ ചൊല്ലൽ, മുനാസബത്ത് കണ്ടിട്ട് ദുആ ചൊല്ലൽ, അത് നല്ലൊരു പ്രവൃത്തിയാണ്. പക്ഷെ അത് സുന്നത്താണ് എന്ന് പറയൂല. നല്ലൊരു പ്രവൃത്തിയാണ്, ഹസനായ ഒരു പ്രവൃത്തിയാണ്. ചില സമയത്ത് വാരിദായതിയിൽ ചില സാലിഹീങ്ങളെ വാക്കുകൾ അവരെ മുനാസിബുല്ലിൽ ഹാലായിട്ട് ഒരു വാക്ക് ഉണ്ടാവും. അതാണ് വജഅൽനി മിൻ ഇബാദിക സാലിഹീൻ, അല്ലാഹുവേ സാലിഹീങ്ങളായ അടിമകളെ കൂട്ടത്തിൽ പെടുത്തണേ നമ്മളെ. കാരണം ഈ ദുആഇന് ജവാബ് ഉത്തരമുള്ള ദുആ ആണ്. അപ്പോൾ ആ ദുആഇൻ്റെ ഒരു മുനാസബത്തും കൂടിയാണ് വജഅൽനി മിൻ ഇബാദിക സാലിഹീൻ വജഅൽനി സബൂറൻ ശകൂറാ വജഅൽനി അദ്കുറുക ദിക്റൻ കസീറാ വഉസബ്ബിഹുക ബുക്റതൻ വസീല. പിന്നെ ഞാൻ പറഞ്ഞു, ഒരു മുഅ്മിനായ അബ്ദ് എല്ലാ കാര്യവും, എല്ലാ ദുനിയാവിലത്തെ എല്ലാ ഹറക്കത്തും സക്കനത്തും അള്ളാഹുവിനെ ഓർക്കാനുള്ള സബബായിട്ട് അയാൾ കാണും. അവനെ ഓർക്കാനുള്ള സബബായിട്ട് കാണും. ഫീ കുല്ലി എന്താണ് ഷൈഇൻ ആയത്തുൻ തദുല്ലു അലാ അന്നഹു അൽ വാഹിദു സുബ്ഹാനഹു. അപ്പോൾ പള്ളി കടക്കുമ്പോൾ അഊദു ബില്ലാഹിൽ അസീം വബിവജ്ഹിൽ കരീം വസുൽത്താനിൽ ഖദീം മിനശ് ശൈത്വാൻ ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലി അല്ലാഹുമ്മഗ്ഫിർ ലീ ദുനൂബി വഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്. ആ ബാബും ഈ ബാബും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടാണ് കടക്കുന്നത്. അവിടെ എത്തുമ്പോൾ പറയാം, തിരിച്ചു പോകുമ്പോൾ വഫ്തഹ് ലീ അബ്വാബ ഫദ്ലിക്, ആ ബാബും ഈ ബാബും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടാണ് പറയുന്നത്. മനസ്സിലായ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല വഉദല്ല എന്നൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ ഒരു മുനാസബത്തുണ്ട്, വാരിദാണ്. അപ്പോൾ ഈ മുനാസിബുല്ലിൽ ഹാല് ഒരാൾ സ്വയത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടോ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടോ അതിൽ പ്രശ്നമില്ല എന്ന് മാത്രമല്ല, നല്ല ഒരു പ്രവൃത്തിയാണ്. ആ എപ്പോഴും കൊണ്ട് നടക്കുന്നത് നല്ല പ്രവൃത്തി തന്നെയാണ്. അതാണ് സുന്നത്ത് എന്ന് വാദിക്കുമ്പോഴാണ് പ്രശ്നം വരിക. അത് ചെയ്യാത്തവന് സുന്നത്ത് എടുത്തില്ല എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായ? പക്ഷെ വാരിദ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ് സുന്നത്ത് രണ്ടാണ്. കൽപ്പന വന്ന സുന്നത്ത്, അതായത് മുഅക്കദായ സുന്നത്ത് ഒരാൾ വെടിയാൻ പാടില്ലാത്ത സുന്നത്താണ്. പിന്നുള്ളത് മുഅക്കദല്ലാത്ത സുന്നത്ത്, അത് അയാൾ പറ്റണ പോലെ ചെയ്യേണ്ട സുന്നത്താണ്. എങ്ങനെ? മുഅക്കദായ സുന്നത്ത് അയാൾ വെടിയാൻ പാടില്ലാത്ത സുന്നത്താണ്.
അപ്പം പിന്നെ അതങ്ങനെ സുന്നത്തായി. അയാൾക്ക് എന്താണ് എന്തേലും എന്താ വിഷയം വന്ന് അത് ഒരു എളുപ്പമല്ല അത് പ്രവർത്തിക്കൽ സുന്നത്ത്. ആ അവസ്ഥയിൽ അയാൾക്കത് വിടിഞ്ഞാൽ ഖളാ വീട്ടണ്ട. വ്യത്യാസം പറഞ്ഞാൽ അങ്ങനെയാണ്. ഫർള് ഖളാ വീട്ടാം, മുഅക്കദ സുന്നത്ത് ഖളാ വീട്ടണ്ട. അപ്പോൾ ളുഹറിൻ്റെ മുമ്പ് 4 റക്അത്ത്, 2 മുഅക്കദും 2 മുഅക്കദല്ലാത്തതും. ഒരാൾ 2 മുഅക്കദായ നിസ്കാരം നിസ്കരിക്കാൻ അയാൾക്ക് പറ്റിയില്ല, മറ്റേ 2 പറ്റിയില്ല. അതിൽ അയാൾ ഈ 2 പറ്റണ പോലെ നിസ്കരിക്കാൻ ശ്രമിക്കണം, 2എങ്കിലും. അയാൾ ദായിമായിട്ട് 2 നിസ്കരിച്ച് പോവുകയാണ്, കുഴപ്പമില്ല. പക്ഷെ ആ 2 നിസ്കരിക്കണില്ല എന്നുള്ള കുഴപ്പമാണ്. പറഞ്ഞിരിഞ്ഞ കാരണം ദവാമു തർക്കി സുനൻ, സുന്നത്ത് ദായിമായിട്ട് തർക്ക് ചെയ്യുമ്പോൾ എന്തായി? കാരണം അള്ളാഹു അമ്ര ചെയ്ത ഒരു കാര്യമാണ്, കൽപ്പിച്ചൊരു കാര്യമാണ്. സ്വരം എങ്ങനത്തെ സ്വരമാണെന്നുള്ള വ്യത്യാസം പണ്ഡിതന്മാർ പറയുന്നതാണ്. 2 കൽപ്പനയാണ്. കൽപ്പന വന്നു കഴിഞ്ഞാൽ അതെന്താ അനുസരിക്കണം. അപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അമിൽതു സൂഅൻ വളലംതു നഫ്സിയ മുനാസിബുൻ ലിൽ ഹാലാണ്. أستغفرك وأتوب إليك فاغفر لي وتب علي إنك أنت التواب الرحيم. അപ്പോൾ എന്താ പറഞ്ഞത്? ഷഹാദത്ത് ചൊല്ലി മുഹമ്മദ് അബ്ദുർ റസൂൽ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ നഅം അല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീൻ. അല്ലാഹുവേ നമ്മളെ തൗബ ചെയ്യുന്ന കൂട്ടരിൽ പെടുത്തണേ. വജ്അൽനി മിനൽ മുതതഹിരീൻ, മുതതഹിരീങ്ങളിൽ പെടുത്തണേ, ശുദ്ധിയാക്കിയത്. അതായത് വാഹിറും ബാത്തിനും അതിലും അടുക്കും. വാഹിറും ബാത്തിനും. ഒരു ഹദീസുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി സ്ഥിരപ്പെട്ട ഹദീസ് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസഹ്ബിഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നുണ പറഞ്ഞാൽ അല്ലെങ്കിൽ ആൾക്കാരെ കുറ്റം പറഞ്ഞാൽ ഉളു മുറിയും എന്നുള്ളത്. പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞ് ഉളു മുറിയും എന്ന് പറഞ്ഞാൽ ഉളുവിൻ്റെ തമാം ഉണ്ടാവില്ല എന്ന്, അതായത് ശരിക്കും പുറമേ മുറിയും എന്നല്ല. ഹദീസ് അങ്ങനെയാണ്. എന്താണ് ചില ആൾക്കാർ പറഞ്ഞ് അങ്ങനെയല്ല. എന്തായാലും ആ ഹദീസ് പറയുന്നത് സ്ഥിരപ്പെട്ട ഹദീസാണ്. വഹാദ യുഫീദു, അതിലൊരു ഫായിദത്തുണ്ട് ഇതിൻ്റെ വജഅൽനി മിനൽ മുതതഹിരീൻ്റെ ഫായിദത്ത്. എങ്ങനെ? മുതതഹിരീൻ ളാഹിറൻ ബാത്തിനൻ. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഒരു മുനാസിബുൽ ലിൽ ഹാലാണ്. വജഅൽനി മിൻ ഇബാദിക സ്സാലിഹീൻ, സാലിഹീങ്ങളായ അബ്ദുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ, ഞങ്ങളെ സാലിഹായ അബ്ദാക്കണേ. ഖാൽ വജഅൽനി സബൂറൻ ശകൂറാ, ഭയങ്കര ക്ഷമാശീലനാക്കണേ ഞങ്ങളെ. ഷക്കൂറ, ശുക്ർ ചെയ്യുന്ന കൂട്ടരിൽ പെടുത്തണേ. എന്താണ് ഈ സബൂറും ഷക്കൂറും? അതായത് അള്ളാഹുവിൻ്റെ ഇബാദത്തുകൾ കൊണ്ട്, അതായത് അത് നിലനിർത്തി കൊണ്ടുവരാൻ ക്ഷമയോടെ നിലനിർത്തി കൊണ്ടുവരാൻ. അത് കാരണം നിലനിർത്തി കൊണ്ടുവരാൻ ക്ഷമ വേണം. അതായത് ഇന്ന നല്ല അടിമകളിൽ പെടുത്തണേ എന്ന് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ ഇന്ന എന്താക്കണം? നല്ല ക്ഷമയുള്ള കൂട്ടരിൽ പെടുത്തണേ. അതായത് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ, അമ്ർ ചെയ്ത കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്വ് ചെയ്ത കാര്യങ്ങൾ, അത് കൊണ്ട് നടക്കാൻ ക്ഷമയുള്ള കൂട്ടരിൽ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. തെറ്റുകൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ക്ഷമാശീലനാക്കണേ റബ്ബേ. ഷക്കൂറ, ശുക്ർ ചെയ്യുന്ന കൂട്ടരിൽ പെടുത്തണേ റബ്ബേ. ശുക്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നാവ് കൊണ്ട് മാത്രമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഒരാൾക്ക് പണം കൊടുത്തിട്ടുണ്ട്, ആ പണം കൊടുത്തതിൻ്റെ ശുക്ർ ആ പണം കൊണ്ട് സദഖത്ത് തസദ്ദുഖ് ചെയ്യലും സക്കാത്ത് കൊടുക്കലൊക്കെ ശുക്രാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് സിഹത്ത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ശുക്രാണ് നോമ്പ് നോൽക്കൽ. അപ്പോൾ ശുക്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും എന്തല്ല, വാക്ക് കൊണ്ട് മാത്രമല്ല, വാക്ക് കൊണ്ടൊരു ഭാഗമാണ്, മറ്റൊരു ഭാഗം പ്രവൃത്തി കൊണ്ടാണ്. അപ്പോൾ അള്ളാഹു കാഴ്ച കൊടുത്ത്, കാഴ്ചൻ്റെ ശുക്ർ കുറേ ശുക്രുണ്ട്. അതിലൊന്നാണ് സാലിഹ്യങ്ങളെ കാണാം, അത് കാഴ്ചൻ്റെ ശുക്രാണ്. ഖുർആന് നോക്കി ഓതുക കാഴ്ചൻ്റെ ശുക്രാണ്. ഷർറിൽ നോക്കാതിരിക്കുക കാഴ്ചൻ്റെ ശുക്രാണ്. ഇതൊക്കെ കാഴ്ചക്ക് അള്ളാഹു തന്ന കാഴ്ചൻ്റെ ശുക്റുകളാണ്. അപ്പോൾ വജഅൽനി സബൂറൻ ശകൂറാ വജഅൽനി അദ്കുറുക ദിക്റൻ കസീറൻ വഉസബ്ബിഹുക ബുക്റതൻ വഅസീലാ. അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ പെടുത്തണേ എന്നുള്ള ദുആ ആണ്. ഉസബ്ബിഹുക തസ്ബീഹ് ചൊല്ലുന്നവർ, സുബ്ഹാനല്ലാഹ് തസ്ബീഹ് ചൊല്ലുന്നവരെ കൂട്ടത്തിൽ, ബുക്റതൻ വഅസീല, അതായത് രാവിലും രാത്രിയും എല്ലാ അവസ്ഥയിലും. فمن قرأ هذه الدعوات في وضوئه, ഈ ദുആകൾ, അതായത് ഒരു ഉദ്ദേശിക്കുന്നത് ഈ പറയപ്പെട്ട ദുആ മാത്രമല്ല, അള്ളാഹിൻ്റെ ദുആവും കൂടി ഉൾപ്പെടുത്തിയിട്ട് പറഞ്ഞ ഖറജത് ജമീഉ ഖതായാഹു മിൻ അഅ്ദാഇഹി, അവൻ്റെ എല്ലാ തെറ്റുകളും അവയവത്തിൽ നിന്ന് പുറത്തേക്ക് വരും. വഖുതിമ അലാ വുദൂഇഹി ബിഖാതമിൻ, അത് സുബ്ഹാനക, അത് ഈ ഹദീസ്, ഇതിന് ഈ ഹദീസിൽ ഈ സവാബ് വന്നിട്ടുണ്ട്. ഇനി ഹദീസ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സവാബ്, ഈ ഹദീസിന്, അതായത് ഈ ഹദീസിൽ ഇങ്ങനൊരു ഫലമുണ്ട് എന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ ഹദീസ്, വുളൂഇൻ്റെ ഹദീസിൽ ഇങ്ങനെ ഫലമുണ്ട് എന്ന് വന്നില്ലെങ്കിലും ഈ ഫലം സ്ഥിരപ്പെടും. കാരണം സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുനൻ അബീ ദാവൂദിൽ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലം തങ്ങൾ എപ്പോഴും എല്ലാ അമൽ ചെയ്ത് കഴിഞ്ഞാലും എന്തോ ചൊല്ലണ കാണാം. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഈ ചൊല്ലുന്നത്? അപ്പോൾ പറഞ്ഞു സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ദിക്ർ ഒരു സാലിഹായ അമൽ ചെയ്തതിന് ശേഷം ചൊല്ലി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അത് സീല അടിച്ചിട്ട് ഒരു ഹദിയായി പൂട്ടി വെക്കും. എന്നിട്ട് നാളെ ഖിയാമ നാളെ സാലിഹായ അമൽ ഹദിയായിട്ട് തരും, എല്ലാ അമലും. ഇനി അതിൽ ആ മജ്ലിസിലോ ആ ചെയ്തിരുന്ന പ്രവൃത്തിയിൽ എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ ഫഹുവ കഫാറത്തുൽ മജ്ലിസ്. അപ്പോൾ ആ ചെയ്തതിൽ വന്ന കുറവ് നികറ്റും. അപ്പോൾ രണ്ടായിട്ടാണ് അത്. എന്താണ്, അമൽ രണ്ടാണെങ്കിൽ അമൽ അനുസരിച്ചിട്ട് മാറും. ഇപ്പോൾ ഒരാൾ നിസ്കാരം കഴിഞ്ഞ് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക, അപ്പോൾ അതെന്ത് ചെയ്ത്, അത് പൂട്ടി സീലടിച്ചിട്ട് പൊതിഞ്ഞ് വെച്ചു. വുളൂ അങ്ങനെയല്ലേ? അപ്പോൾ വഖുതിമ അലാ വുളൂഇ ബിഖാതമിൻ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക മാത്രം അത് ആ ഖാതം ഉണ്ടാവാൻ മതി. മനസ്സിലായില്ലേ? വുളൂ ദുആൽ അള്ളാഹിന് വന്നിട്ടുള്ളതാണ്. വറുഫിഅ ലഹു തഹ്തൽ അർശി, അർഷിൻ്റെ എന്താണ് താഴെ എന്താണ് അതുണ്ടാവും. അത് ഈ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ദുആയിന് വന്നിട്ടുണ്ട്. فلا يزال يسبح الله تعالى ويقدسه ويكتب له ثواب ذلك إلى يوم القيامة. ഈ സവാബ് നോക്കുക, ഈ സവാബ് പറഞ്ഞപ്പെട്ടത് അള്ളാഹിൻ്റെ വുളൂഇലാണ്. ഞാൻ പറഞ്ഞു അള്ളാഹിൻ്റെ വുളൂ സ്ഥിരപ്പെട്ടിട്ടില്ല, അള്ളാഹിൻ്റെ വുളൂ സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതിലുള്ള ഈ സവാബ് കിട്ടില്ല എന്നാവോ? ഇല്ല.
കാരണം ഈ സവാബ് കിട്ടില്ല എന്നാവണം എന്നുണ്ടെങ്കിൽ ഇതിലുള്ള ദിക്റുകളിന് ഈ സവാബില്ല എന്ന് പറയണം. ഈ ദിക്റുകൾക്ക് ഈ സവാബ് ഓൾറെഡി ഉണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞു വഖുതിമ അലാ വുളൂഇഹി ബിഖാതമിൻ എന്ന് പറഞ്ഞ സവാബ് സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക അതിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. ഖറജ ജമീഉ ഖതായാഹു മിൻ അഅ്വാഇഹി എന്നുള്ളതും ഓൾറെഡി കിടക്കുന്നുണ്ട്. എന്ത് മൻ ഖാല അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഗുഫിറത് ദുനൂബു എന്നുള്ള ഹദീസ്, തിർമിദി വന്നിട്ടുള്ള ഹദീസ്. മറ്റൊരു ഹദീസ് ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി الثمانية യദ്ഖുലു മിൻ അയ്യിഹാ ഷാ, അപ്പം അതിലും പൊറുക്കപ്പെട്ടു എന്നുള്ളതായി. പിന്നെ മറ്റൊരു ഹദീസ് വുളു എടുക്കുമ്പോൾ ഏതൊരു വുളു വന്നിട്ട് അത് പുറത്തേക്ക് ഇറ്റുമ്പോൾ ആ അവയവത്തിലത്തെ കുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വെള്ളത്തിനൊപ്പം കളയും എന്നുള്ളത്. അപ്പോൾ അതുമായി. ഇനി അതിൽ ബാക്കി വരുന്നത് വറുഫിഅ ലഹു തഹ്തൽ അർശി ഫലാ യസാലു യുസബ്ബിഹുല്ലാഹ തആല. അപ്പോൾ ഇതുവരെ ഉള്ളതൊക്കെ ഇനി ഒരു സവാബും കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ അമൽ, ഈ ദുആ എന്ത് ചെയ്യും? ഉയർന്ന് അർശിൻ്റെ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? അള്ളാഹുവിനെ ദിക്ർ ചൊല്ലും എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇത് ദുആഉൽ അഅ്ളാഇൻ്റെ ദുആ ഹദീസിൻ്റെ തുടർച്ചയാണത്. അപ്പോൾ ദുആഉൽ അഅ്ളാ സ്ഥിരപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതും സ്ഥിരപ്പെട്ടില്ല എന്നറിയണ്ടേ. ഇതുവരെ ഓക്കെ. ഇനി അർഷിൻ്റെ അവിടെ ഉയർന്നിട്ട് അള്ളാഹുവിനെങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞു. ആ ദുആഉൽ അഅ്ളാ സ്ഥിരപ്പെട്ടില്ല, ഇത് സ്ഥിരപ്പെടേണ്ട. ഹദീസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലദീ തദ്കുറൂനഹു മിൻ ജലാലില്ലാഹി വതസ്ബീഹിഹി വതഹ്ലീലിഹി വതക്ബീരിഹി. എന്താണ് ഇന്നല്ലദീ തദ്കുറൂന മിൻ ജലാലില്ലാഹി വതഹ്ലീലിഹി വതക്ബീരിഹി വതഹ്മീദിഹി ഹംദ് ജല്ലനും അതിൽ പെട്ട് സുബ്ഹാനല്ലാഹും. അപ്പോൾ സുബ്ഹാനക്കല്ലാഹുമ്മ പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലയഅ്തിഫു ഹൗലൽ അർശി, അർശിൻ്റെ ചുറ്റും ഇതാക്കും. യുദക്കിറുല്ലാഹ തആല, അള്ളാഹുവിനെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാന്ന് പറയും. ഓർമ്മിപ്പിക്കലല്ല അത്. അതായത് ഇങ്ങനെ ഇയാൾ ഇങ്ങനെ ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, ഇങ്ങനെ അള്ളാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കും ആ അമൽ. അതായത് നമ്മളിപ്പോൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അത് അർശിൻ്റെ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? അതിങ്ങനെ അള്ളാഹുവിനെ ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കും. ഇയാൾ ദിക്ർ ചൊല്ലിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓൾറെഡി ആ ദിക്റിന് അങ്ങനത്തെ ഒരു ഫലമുണ്ട്. അപ്പോൾ ഈ ഫലം ഓൾറെഡി ഉള്ള ഫലമല്ലേ. ഓടി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടല്ലോ. ഇന്നല്ലദീ തദ്കുറൂന മിൻ ജലാലില്ലാഹി എന്ന് പറഞ്ഞാൽ വതഅദീമിഹി ഇന്നല്ലദീ തദ്കുറൂന മിൻ ജലാലില്ലാഹി വതഹ്ലീലിഹി വതക്ബീരിഹി വതഹ്മീദിഹി ഹദീസ്. അപ്പോൾ ഈ പറഞ്ഞ സവാബ് ഒരാൾ ഉളുവിൻ്റെ ദുആഉൽ അഅ്ളാഇൻ്റെ തുടർച്ചയാണ് എന്ന് പറഞ്ഞിട്ട് ഈ സവാബ് തള്ളി കളയാനിട്ടില്ല. ഈ സവാബ് അല്ലെങ്കിലും ഉണ്ട്. അതായത് ഒരാൾ ഉളു കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട കൂലികൾ കിട്ടും. അത് ദുആഉൽ അഅ്ളാഇൽ വന്നതായത് കൊണ്ടൊന്നുമല്ല, അല്ലെങ്കിലും കിട്ടും. വജ്തനിബ് ഫീ വുളൂഇക സബ്അൻ, തൻ്റെ വുളൂഇൽ 7 കാര്യങ്ങൾ. 7 എന്നല്ല ഇവിടെ ഉദ്ധരിച്ച 7 എന്നാണ് ഉദ്ദേശിച്ചത്. സബ്അൻ ബിന്നിസ്ബത്തി ഇലൽ മസ്കൂറാത്ത്, ഇവിടെ ഉദ്ധരിക്കപ്പെട്ടതനുസരിച്ചിട്ട് 7 ഇല്ലയെന്ന് പറഞ്ഞാൽ ഇതിൽ അല്ല കൂടുതലുണ്ട്. ലാ തൻഫുദ് യദൈക ഫതറുഷൽ മാ, അതായത് വുളു കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ട് കൊടയരുത്. കാരണം അത് ഒരു അലാമത്താണ്. എന്ത് കഴിഞ്ഞ് അത് സാധാരണ തീർന്നു എന്നുള്ളത് അത് കറാഹത്താണ്. വുളുഇനെ ഇഹ്തിറാം ചെയ്യണം, ഇബാദത്തിനെ ആദരിക്കണം. അപ്പോൾ വുളു എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതാ നോക്കിയിട്ട് ഇങ്ങനെ കൊടയരുത്, അത് മക്രൂഹാണ്. വലാ തൽതിം വജ്ഹക വറഅസക ബിൽമാഇ ലത്മാ, മുഖം വെള്ളം എടുത്തിട്ട് കഴുകുമ്പോൾ
എന്നാക്കിയിട്ട് മുഖം അടിക്കാൻ നിൽക്കരുത്. അതും കറാഹത്തുള്ളതാണ്, അത് പാടില്ലാത്തതാണ്. അങ്ങനെ അത് വെള്ളം എടുത്തിട്ട് മുഖത്ത് ഇങ്ങനെ അടിക്കുക. വറസക്ക എന്നറിഞ്ഞ്, വറസക്ക എന്താന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ല. കാരണം തല തടവലല്ലേ, തല കഴുകലില്ലല്ലോ. അപ്പോൾ ഒന്നുമില്ല ഇങ്ങനെ എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, മുഖം കഴുകുമ്പോൾ തലേന്ന് കുറച്ച് ഭാഗം കഴുകണ്ടേ, ആ ഒരു ഭാഗമായിരിക്കും ഒരു ഉദ്ദേശം. അള്ളാഹു അലം, എനിക്കറിയില്ല. കാരണം തല അടിച്ച് വെള്ളത്തോണ്ട് അടിക്കാനുള്ള സാധ്യതയില്ല. അല്ലെങ്കിൽ പറയണം തല കഴുകണമെങ്കിൽ വെള്ളത്തോണ്ട് അടിക്കുക, അത് വൈദാണ്. അല്ല, തല അടിക്കില്ലല്ലോ ആരും, ലത്തുമ ചെയ്യില്ലല്ലോ. വേണം പറയാ മുഖം കഴുകുമ്പോൾ മുഖത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എന്ത് ചെയ്യണം, നാസിയത്ത് കഴുകണം എന്നുള്ളത്. അല്ലെങ്കിൽ വേറൊരു സാധ്യത ഉണ്ട്, ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ചില പണ്ഡിതന്മാർ അത് സുന്നത്താണെന്നും പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നെറ്റി കഴുകരുത്, നാസിയത്ത് കഴുകിയിരുന്നു എന്ന്. അതായത് നാസിയത്തും, അതായത് ഈ ഭാഗവും മുടിൻ്റെ കുറച്ച് ഭാഗവും കൂടി വേറെ വെള്ളത്തോണ്ട് കഴുകിയിരുന്നു. അതായത് വേറെ സുന്നത്തായിട്ട് ചിലവർ എണ്ണയുണ്ട്, മദ്ഹബിൽ എണ്ണണില്ല. പക്ഷെ ചില പണ്ഡിതന്മാർ ആ ഹദീസ് വെച്ചിട്ട് സുന്നത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടാണോ പറഞ്ഞത്, അല്ലാഹു അലം. കാരണം ആ റസക്കി എങ്ങനെ വന്നെന്ന് ഇങ്ങനെ ആയിരിക്കാം, അല്ലാഹു അലം. ആയിരിക്കാം എന്ന് പറയാൻ പറ്റുള്ളൂ, ഉറപ്പ് പറയാൻ പറ്റില്ല. അതപ്പോൾ മുഖം കഴുകണം, അതിൻ്റെ ഒപ്പം തലം കൂടി കഴുകണ്ടേ, തലൻ്റെ കുറച്ച് ഭാഗം കഴുകണ്ടേ. അപ്പോൾ അതും കൂടി ഇങ്ങനെ അടിക്കേണ്ടെന്ന് എനിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അല്ലാഹു അലം. വലാ തതകല്ലം ഫീ അസ്നാഇൽ വുളൂഇ, വുളൂഇ അതായത് വുളൂ എടുക്കണ, വുളൂ പ്രവർത്തിക്കുന്ന ആ പ്രവൃത്തിൻ്റെ ഇടയിൽ, അതായത് ആവശ്യമില്ലാത്ത സംസാരം, സംസാരിക്കാനെന്ന് പറയുമ്പോൾ ആവശ്യമില്ലാത്ത സംസാരം. വലാ തസിദ് ഫിൽ ഗസ്ലി അലാ 3 മറാത്ത്, 3 വട്ടത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല, കൂട്ടരുത്, ഇസ്രാഫായി. വലാ തുക്സിർ സബ്ബൽ മാഇ മിൻ ഗൈരി ഹാജത്തിൻ, ആവശ്യമില്ലാതെ എന്ത് ചെയ്യണം, ആവശ്യമില്ലാതെ വെള്ളം ഇങ്ങനെ ഒഴിക്കരുത്. മനസ്സിലായോ? ഇപ്പോൾ പൈപ്പൊക്കെ തുറന്നിട്ട് ഇങ്ങനെ ഊന്ന് ഇടരുത് എന്ന്. പിന്നെ ഇനി വെള്ളം ഒഴിച്ചു, സാധാരണ ഒഴിക്കാൻ പാടില്ല, അത് കറാഹത്താണ്. ഇനി ഒഴിച്ച് വസ്വസത്തിൻ്റെ കാരണത്താൽ അതിനെക്കാട്ടി മുസീബത്താണ്. അയാൾ ഒന്നും കൊടുത്ത് ശരിയായിട്ടില്ല, ഇനി ഒഴിക്കുക, അത് പറ്റില്ല, അത് വീണ്ടും പറ്റാത്ത കാര്യമാണ്. فللموسوسين شيطان يضحك بهم يقال له الولهان, വൽഹാൻ എന്ന് പറഞ്ഞ ശൈത്താനുണ്ട്. അയാൾ എന്ത് ചെയ്യും, വസ്വാസ് ഇങ്ങനെ ആക്കും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, ഒക്കെ ഒഴിവാക്കണം. വസ്വാസ് വരുന്ന ബാബ് അടിച്ചു പൂട്ടിയിടാം. ഹദീദിൻ്റെ തുടക്കം, സുഹൃത്ത് ഹദീദിൻ്റെ തുടക്കം അതിയാൽ മതി. വസ്വാസ് വരുന്ന ആൾക്കാർ 3 سبح لله ما في السماوات وما في الأرض. نعم فحديث والأول والآخر والظاهر هو الأول والآخر والظاهر والباطن. قال ولا تتوضأ بالماء المشمس. മുഷമ്മസായ വെള്ളം കൊണ്ട്, മുഷമ്മസായ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ നേരിട്ടടിച്ച വെള്ളം. അത് സാധാരണ എന്താണ്, ഇത് നേരിട്ടടിച്ച വെള്ളം എന്തിലാവണം, ഇപ്പോൾ ബക്കറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രത്തിലാണെങ്കിൽ, കാരണം ആ പാത്രവും വെള്ളവും കൂടി എന്ത് ചെയ്യും, അങ്ങനെ എന്താണ് പറയുക, അതിലുള്ളത് കൂടി കലരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കലരാത്ത പാത്രം, സ്വർണത്തിൻ്റെ പാത്രമൊന്നും കലരില്ല, കാരണം അത് അത്രയും പ്യൂർ ഇതായതുകൊണ്ട്. അപ്പോൾ കലരുന്ന പാത്രങ്ങളുണ്ടല്ലോ, അതായത് ഇപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ കലരും, അപ്പോൾ അതിലൊക്കെ കറാഹത്ത് വരും. അതന്നെ, ആ വെള്ളം ഉപയോഗിക്കൽ കറാഹത്ത് വരും. പിന്നെ കറാഹത്തിൽ നിന്ന് ഒഴിവാവുക, ആ ചൂടായത് തണങ്ങി കഴിഞ്ഞാൽ കറാഹത്തിൽ നിന്ന് പോവും. അപ്പോൾ ബക്കറ്റിൽ നിറച്ചാൽ മതി.
ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഇങ്ങനെ ഡയറക്റ്റ് അടിക്കണം എന്നല്ല, സൂര്യത്തിൻ്റെ ചൂട് കൊണ്ട് ചൂടാവല്ല, മനസ്സിലായ? അപ്പോൾ ബക്കറ്റിൽ നിറച്ചിട്ട് അതിന് ഒന്ന് കൊടുക്കുക. അത് മാത്രമല്ല, ഇപ്പം ഈ ചൂടുള്ള നാടുകളിലും ആയിരിക്കണം, ചൂടില്ലാത്ത നാടുകളിൽ അത് പരിഗണിക്കില്ല. നമ്മുടെ നാട്ടിലൊന്നും അത് പരിഗണിക്കാൻ സാധ്യതയില്ല, കാരണം നമ്മുടെ നാട് ചൂടിൻ്റെ നാടല്ലല്ലോ. ഖാൽ വലാ മിനൽ അവാനി സുഫ്രിയ, അത് കറാഹത്ത് വരുന്നില്ല. അതിൽ ഇബാഹത്താണ് വരുന്നുള്ളൂ. ഹദീസിൽ സുഫ്രിയായ ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ കറാഹത്ത് വരുന്നില്ല. അതായത് ചെമ്പ്, മുഷമ്മസായ വെള്ളം എന്നുള്ള രീതിക്ക് വരാം, പക്ഷെ ചെമ്പ് എന്നുള്ള രീതിക്ക് കറാഹത്ത് ഇബാഹത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ചെമ്പ് ഇതിൽ കൂടി. അപ്പോൾ അതിന് മനസ്സിലാവും കറാഹത്തില്ല, ഇബാഹത്ത് ഉണ്ടെന്നാണ്. ഇമാം ഗസാലി റഹിമഹുല്ലാഹിൻ്റെ അഭിപ്രായം അനുസരിച്ചിട്ട് കറാഹത്ത് ഉണ്ടെന്ന് വരും. ഫഹാദിഹി സബ്അതു മക്റൂഹത്തുൻ ഫിൽ വുളൂഇ, ഈ പറയപ്പെട്ട 7 വുളൂഇൽ കറാഹത്തുള്ള കാര്യങ്ങളാണ്. വഫിൽ ഖബരി, ഹദീസിൽ വന്നിട്ടുണ്ട്, അന്ന മൻ സക്കറല്ലാഹ തആല, അത് ദാറഖുത്നി റഹിമഹുല്ലാഹ് ദഈഫായ സനദുള്ള ദാറഖുത്നിയുടെ ഹദീസാണത്. അന്ന മൻ സക്കറല്ലാഹ തആല ഇൻദ വുളൂഇഹി, ആരെയും അള്ളാഹിനെ ഓർത്ത് കഴിഞ്ഞാൽ, ദിക്ർ ചൊല്ലി കഴിഞ്ഞാൽ, വുളൂ ചെയ്യുമ്പോൾ, തഹറല്ലാഹു ജസദഹു കുല്ല, അവൻ്റെ ശരീരം മൊത്തം, ഈ അവയവം മാത്രമല്ല ശരീരം മൊത്തം അള്ളാഹു ശുദ്ധീകരിക്കും. വമൻ ലം യദ്കുരില്ലാഹ് ലം യത്ഹുർ മിൻഹു ഇല്ലാ മാ അസാബൽ മാ, ഇനി അള്ളാഹിനെ ഓർത്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് ലാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു പറയല്ലോ, അതൊന്നും ചൊല്ലിയില്ല എന്നുണ്ടെങ്കിൽ അയാൾ ഒന്നുകൊടുത്ത ഭാഗം മാത്രം ശുദ്ധിയാവും, ബാക്കി അയാളുടെ ശരീരം മൊത്തം ആവില്ല. അപ്പോൾ ദിക്ർ ചൊല്ലി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ആ അവയവം മാത്രമല്ല ശരീരം മുഴുവനും. قال آداب الغسل من الجنابة فإذا أصابتك جنابة, അപ്പോൾ ഇനി വുളു കഴിഞ്ഞപ്പോൾ കുളീനെ കുറിച്ച് പറഞ്ഞു. ആദാബിൽ ഫർളും പെട്ട് സുന്നത്തും പറ്റും. فإذا أصابتك جنابة من احتلام أو وقاع فخذ الإناء إلى المغتسل. എന്താണ് ജനാബത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ? ഈ ജനാബത്ത് കുളീൻ്റെ കാരണങ്ങൾ എത്ര? 6 കുളീൻ്റെ കാരണങ്ങൾ 6. 3 പെണ്ണുങ്ങൾക്ക് മാത്രം, 3 ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉള്ളത്. ഏതൊക്കെയാണത്? പെണ്ണുങ്ങൾ മാത്രം ഹൈള്, നിഫാസ്, വിലാദത്ത്, പ്രസവിക്കുക. സിസേറിയനാണെങ്കിലും വിലാദത്ത് എന്ന് പറഞ്ഞാൽ പ്രസവിക്കുക, പുറത്ത് കുട്ടി വരാം. 3. പിന്നെ 3 ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കൂടി സമമുള്ളതുണ്ട്. ഒന്ന് ഇത് ഈ പറഞ്ഞ എഹ്തിലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനിക്ക് പുറത്തേക്ക് വരാം. ഔ ഇഖാഇൻ, ഭാര്യ ഭർത്താവ് ബന്ധം. 3 മരണം, മരിച്ചു കഴിഞ്ഞാൽ കുളി നിർബന്ധവും. ആൾക്കാരെ മേലില്ല, ഇയാളെ മേലില്ല. ഫഹുദിൽ, അങ്ങനെ ജനാബത്ത് ഉണ്ടായി, അത് ഏത് രൂപത്തിലാവട്ടെ, എഹ്തിലാമാവട്ടെ, വഖാവട്ടെ, ഇനി പെണ്ണുങ്ങൾക്കാണ് ഹൈള്, നിഫാസ് ആവട്ടെ, പ്രസവമാവട്ടെ. ഫഹുദിൽ ഇനാ, പാത്രം എടുക്കുക, ഇലൽ മുഹ്തസലി, അതായത് ബക്കറ്റ് എടുത്തിട്ട് ഇതിലേക്ക് പോവാ, കുളി മുറിക്ക്. വഗ്സിൽ യദൈക അവ്വലൻ 3, ആദ്യം കൈ കഴുകുക. അത് നമ്മൾ പറഞ്ഞല്ലോ, ആദ്യം കയ്യുമ്മ നജസ് ഇല്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ കൈ കഴുകൽ നിർബന്ധമാവില്ല, സുന്നത്തും ആവില്ല. ഉണ്ടോ ഇല്ലേ എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ കൈ കഴുകൽ സുന്നത്താവും. ഉണ്ട് എന്നറിഞ്ഞാൽ കൈ കഴുകൽ നിർബന്ധമാവും. ഇവിടെ ഏതാണ് ഹുക്കുമെന്ന് അറിഞ്ഞിട്ടില്ല, കാരണം ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാറുമല്ലോ. വഅസിൽ മാ അലാ ബദനിക മിൻ ഖദരിൻ, ശരീരത്തിലുള്ള നജസുകളൊക്കെ നീക്കുക. വതവദ്ദ കമാ സബഖ ഫീ വുളൂഇക ലിസ്സലാത്തി മഅ ജമീഇ ദഅവാതി വൽ അദ്കാർ,
അഖിർ ഗസ്ല ഖദമൈ കൈ ലാ യദിഅ അൽ മാഉ. എന്ത് ചെയ്യുക? വുളു എടുക്കുക, പൂർണ്ണമായ വുളു എടുക്കുക. എല്ലാ ദിക്റും കൂടെ ഈ പറയപ്പെട്ട വുളു പൂർണ്ണമായിട്ട് എടുക്കുക. കാല് കഴുകൽ നേരെ വഴുകിക്കുക. കാരണം വെള്ളം കഴിയാതിരിക്കുക. ഇപ്പം അത് വരൂല. കാരണം എന്താ വെച്ചാൽ അന്ന് ബക്കറ്റ് വെള്ളമാണ്. അപ്പോൾ എല്ലാതും കൂടി ഒരുമിച്ചിട്ട് കുളിൻ്റെയും കാല് കഴുകലൊക്കെ ഒരുമിച്ചിട്ടാക്കുക. വെള്ളം തീരണ്ട വിചാരിച്ചിട്ട്. കാരണം ഒന്നും എടുത്തിട്ട് കാല് കഴുകലും പിന്നെ കുളിയും കാല് കഴുകലും ഉണ്ടല്ലോ. അപ്പോൾ രണ്ടിൻ്റെ കാല് തന്നെ. فإذا فرغت من الوضوء وضوء കഴിഞ്ഞാൽ فصب الماء على شقك الأيمن വലത്തെ ഭാഗത്തേക്ക് ഒഴിക്കാം. ثلاثا 3 വട്ടം. وأنت ناو رفع الجنابة. നിയ്യത്ത് വേണം. ജനാബത്ത് ഉയർത്തുന്നു എന്നുള്ള നിയ്യത്ത് വേണം. ഫർളായ ജനാബത്ത് ഫർളല്ലേ ഉണ്ടാവുള്ളൂ, അല്ലാത്ത ജനാബത്ത് ഉണ്ടാ. ثم على شقك الأيسر എടുത്ത ഭാഗം 3. ثلاثا. ثم على رأسك ثلاثا 3. وادلك ما أقبل من بدنك وما أدبر. ദൽക്ക് ചെയ്യുക, അത് സുന്നത്താണ്. ദൽക്ക് എന്ന് പറഞ്ഞാൽ തേക്ക, കൈകൊണ്ട് തേക്ക. മാ അഖ്ബല മിൻ ബദനിക വമാ അദ്ബർ, ശരീരം മുന്നിലും പുറകോട്ടൊക്കെ. വഖല്ലിൽ ശഅറ റഅസിക്, മുടി തിക്ക. വഔസിലിൽ മാഅ ഇലാ മആതിഫിൽ ബദനി, ശരീരത്തിൻ്റെ ചുളിവുകളുള്ള സ്ഥലം അവിടേക്കൊക്കെ എത്താം. വമനാബിത്തി ഷഅരി, മുടിൻ്റെ വളരുന്ന സ്ഥലം. മാ ഖഫ മിൻഹു വമാ കസുഫ്, കട്ടിയുള്ളതാവട്ടെ കട്ടിയില്ലാത്തതാവട്ടെ. ഇതിങ്ങനെ കട്ടിയുള്ളതാവട്ടെ കട്ടിയില്ലാത്തതാവട്ടെ എന്ന് പറയാനുള്ള കാരണം ആൾക്കാർ ചിലപ്പോൾ സംശയം വരും. ഉളു ഓതിയിട്ട് വന്നിട്ട് ഉളു ഓതി പറഞ്ഞല്ലോ, കട്ടിയുള്ള മുടിയാണെങ്കിൽ ഉള്ളിക്ക് വെള്ളം എത്തിക്കൽ സുന്നത്താണ്, കട്ടിയില്ലാത്ത മുടിയാണെങ്കിൽ സുന്നത്താണ് എന്ന് പറഞ്ഞല്ലോ. അത് കൊടുത്തിട്ട് കുളിയിൽ അങ്ങനെ ആവോ എന്ന് ഒരാൾക്ക് സംശയം വരേണ്ട. സംശയം വന്നാൽ അങ്ങനെയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടും കൂടിയാണ് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞത്. ഇവർക്കിങ്ങനെ പറയാമായിരുന്നു മുടിയിലേക്ക് വെള്ളം എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിർത്താം. പക്ഷേ ഇവിടെ പറഞ്ഞ് അങ്ങനെയല്ല, മുടിക്ക് വെള്ളത്തിൽ മാത്രമല്ല, അത് മുടീൻ്റെ ഉള്ളിലേക്ക് തന്നെ വെള്ളത്തണം, അത് കുറഞ്ഞാലും കൂടിയാലും. എന്തിനാണ്? ആ വഹമ് തലയിൽ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഉളൂ 5 വക്തുമുണ്ട്. എപ്പോഴും ഉളൂഇൻ്റെ മത്ലൂബിയത്ത് ഉണ്ട് എന്നുള്ളതിനാൽ അത് എന്തായത് അഫു വന്നതാണ്, ഇളവ് വന്നതാണ്. എന്ത്? താടിക്ക്. കുളി അങ്ങനെ ഇത്രയും രീതിക്ക് റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല, അപൂർവമായിട്ട് റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല. അപൂർവം ഒരു ദിവസത്തിൽ ഇത്രയും ആവൽ അപൂർവമാണ്. ഒരു ദിവസത്തിൽ ഒന്നൊക്കെ ആവാം, പക്ഷെ 5 രീതിക്ക് ആവലെന്ന് പറഞ്ഞാൽ അപൂർവമാണ്. അതിനാൽ ആൾക്ക് വെള്ളം ഉള്ളിക്ക് തട്ടിക്കൽ പ്രയാസമായിരിക്കൂല. പ്രയാസമാണെങ്കിലും അത് മുഹ്തമലായ പ്രയാസമാണ്. അതുകൊണ്ട് ശരീഉൽ ഹക്കീം എന്ത് ചെയ്ത് അതങ്ങനെ തന്നെ കഴുകണം എന്ന് പറഞ്ഞു. വഹ്ദർ അൻ തമസ്സ ദക്കറക ബഅദൽ വുളൂഇ. വുളൂ മുറിഞ്ഞാൽ ഒന്നുകൂടി വുളൂ എടുക്കൽ സുന്നത്താണ്. അത് കുളിൻ്റെ ഇടയിലാണെങ്കിലും കുളിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ വുളൂ മുറിഞ്ഞ്, അപ്പോൾ വീണ്ടും കുളിയുടെ ഇടയിലാണെങ്കിൽ വുളൂ എടുക്കൽ സുന്നത്താണ്. വഹ്ദർ അൻ തമസ്സ ദക്കറക, ദക്കർ ഇത് തൊടരുത്. ഫൈൻ അസാബത്തുൽ യദു, ഇനി കൈയോണ്ട് തൊട്ട് കഴിഞ്ഞാൽ ഫായിദിൽ വുളു, ഒന്നുകൂടി വുളു എടുക്കണം. അതുപോലെ തന്നെയാണ് വുളു മുറിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ. മൂത്രയിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായി. അപ്പോൾ കഴുകേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുളീൻ്റെ ഭാഗത്ത് കഴുകേണ്ട ഇത് എല്ലാ അവയവം പുറമേ കാണുന്ന എല്ലാ ഭാഗവും കഴുകണം. അപ്പോൾ ചെവിടിൻ്റെ ഇതൊക്കെ പുറമേ നിന്ന് കാണുന്നതാണ്, അത് കഴുകണം. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കഴുകണം. കാരണം ഇതൊക്കെ മുഖത്തിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ ഉള്ളിൽ കഴുകണം, തലേൻ്റെ ഉള്ളിൽ കഴുകണം, തല കഴുകണം. ഉള്ളിക്ക് കയറ്റണ്ട, അതായത് ഈ പുറമേ ഉള്ള ഭാഗത്ത് വെള്ളം നിർബന്ധമായിട്ടും മതി. കാരണം ഇത് വാഹിറാണ്, ബാത്തിനല്ല. പിന്നെ ദുബൂറിൻ്റെ ഹൽക്കത്ത് ദുബർ അവിടേക്ക്, കാരണം ഇരിക്കുമ്പോൾ അത് വാഹിറാണല്ലോ.
നിൽക്കുമ്പോൾ വാഹിർ അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ വാഹിറാണല്ലോ. നമ്മൾ പറയും മസ്റൂബ എന്നറിയും. അവിടെ ഹലക്കത്ത് ദുബൂറ് കഴുകണം. അതിങ്ങനെ വെള്ളം ഒഴിച്ചാൽ പോരാ, അങ്ങോട്ട് വെള്ളത്തിന് കഴുകണം. അത് അങ്ങോട്ട് കഴുകണം എന്നല്ല, ദൽക്ക ചെയ്യണം എന്നില്ല, വെള്ളം അങ്ങോട്ട് എത്തണം. പിന്നെ മാത്തിഫ് എന്ന് പറഞ്ഞ് ഇത് പിന്നെ പൊക്കളുണ്ടാവും. ഒക്കെ സാഹിറല്ല ബാത്തിനിൽ പെടില്ല. ഇങ്ങനെ ഉള്ളിക്ക് ഭയങ്കര പൊക്കളുണ്ടെങ്കിൽ അതിൽ ഉള്ളിക്ക് എന്ന് അറിഞ്ഞിട്ട് അത് ബാത്തിനായിട്ട് കൂട്ടില്ല, സാഹിറ പുറമായിട്ടാണ് കൂട്ടാം. ഒക്കെ ശ്രദ്ധിക്കേണ്ടത് അത് തന്നെയാണ്. ഓൽ ഫരീദത്തു മിൻ ജുംലത്തി ദാലിക്, ഫർള് എന്താ? രണ്ടേ ഉള്ളൂ. നിയ്യത്ത്, ഇസ്തിആബുൽ ബദനി ബിൽ ഗസ്ലി, കഴുകുക, വെള്ളം ഒഴിക്കണം. ഇപ്പോൾ ശരീരത്തിൽ നജസ് ഉണ്ടെങ്കിൽ കാണുന്ന നജസ്സാണ് നീക്കേണ്ട നജസ്സാന്ന് നീക്കണം. എന്നിട്ടാണ് ശരീരം എന്ത് ചെയ്യുക? വെള്ളം തട്ടിക്കുക. അതായത് വെള്ളം ഒഴിച്ചാൽ ആ വെള്ളത്തിനൊപ്പം നജസ് പോകണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ മൂത്രം ഒഴിച്ച്, പക്ഷേ ആ മൂത്രം ഒഴിച്ചിട്ട് ആ വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളത്തിനൊപ്പം പോവോ? ഒറ്റ ഒരു ഒലിപ്പിൻ്റെ ഒപ്പം പോകാൻ സാധ്യതയില്ല. ആ കഴുകിയാലേ പോവുള്ളൂ. അപ്പോൾ കഴുകിയിട്ട് എന്ത് ചെയ്യണം? ശരീരം മുഴുവനും ഇതാക്കണം. മനസ്സിലായ? കാരണം എന്താ? ഇതിനെ ബാധിക്കും. ശരീരം മുഴുവനും വെള്ളം തട്ടിക്കുക എന്നുള്ളതിനെ ബാധിക്കും. അവിടെ നജസ് ഉണ്ടല്ലോ. അതേ സമയത്ത് ഒരു ഒഴിക്കണോണ്ട് ആ നജസും കൂടി പോകുന്നുണ്ടെങ്കിൽ പിന്നെ ആ വിഷയം വരണില്ല, മതിയാവും. പറഞ്ഞു കഴിഞ്ഞ കാരണം ഇപ്പോൾ ചെറിയ പൊടി പോലത്തെ നജസ്സാണ്, അങ്ങനെ എന്തെങ്കിലും അവിടെ, അതായത് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ പോകുന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. പറഞ്ഞു കഴിഞ്ഞ അപ്പോൾ തമീമിന് വേറെ വേണം. എങ്ങനെ നജസ് പോകാനല്ലേ? ആ അങ്ങനെ മനസ്സിലായില്ല. അതായത് അതെങ്ങനെയാണെന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു വിഷയമുണ്ട്, സേലാന് വേണം. സേലാനെന്ന് പറഞ്ഞാൽ ഒലിക്കണം. നമ്മൾ ഇവിടെ ഒഴിച്ച് ഇവിടെ ഒലിച്ചിട്ട് നമ്മൾ ആ വെള്ളം എടുത്തിട്ട് തടവിയിട്ട് ഇങ്ങോട്ട് വെള്ളം നനവെത്തിച്ചിട്ട് കാര്യമല്ല. കഴുകുക നമ്മളെ ഫിഖയിൽ 3 കാര്യങ്ങളാണ്. ഗസ്ലുണ്ട്, വുളൂഇനൊക്കെ ഗസ്ലാണ്. ഫഗ്സിലു വുജൂഹക്കും വൈദ്യക്കും ഇലൽ മറഫിഖ് വംസഹു, മസ്ഹ് രണ്ടാമത്തെ കാര്യം. പിന്നെ വേറൊന്നിൽ റഷ് ഉണ്ട്, ബൗലു സബീ എന്ന് പറഞ്ഞാൽ റഷ് ഉണ്ട്. 3 എണ്ണം ഉള്ളത്. ഗസ്ല് എന്ന് പറഞ്ഞാൽ ആ അവയവം മൊത്തം വെള്ളം കൊണ്ട് പൊതിയൽ മാത്രം പോരാ, ഒലിക്കലും വേണം. അപ്പോൾ കയ്യുമ്മ നമ്മൾ നനച്ചിട്ട് ഇങ്ങനെ കൊടുന്നിട്ട് ഇങ്ങനെ ആക്കിയാൽ ഉളു ആവില്ല. ഉളു ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ആക്കിയാൽ വെള്ളം ഇട്ടണം, ഒലിക്കണം, അവയവത്തിൽ വെള്ളം ഒലിക്കണം. മനസ്സിലായില്ല? അപ്പോൾ ഒരു ടവല് നനച്ച് കൊടുന്നിട്ട് നമ്മളിങ്ങനെ ആ നനവ് കൊണ്ട് ഇങ്ങനെ ആക്കി ഉളു ആവോ? ഉളാവൂല, കുളിയാവൂല. ആ ഒലിക്കണം, ഫുള്ളായിട്ട് ഒലിക്കുന്നില്ല, ഒലിക്കണം. ആ അവയവത്തിൻ്റെ ആ ഭാഗത്ത് ഒലിക്കണം. മനസ്സിലായ? അതായത് റോള് ഇത് പോകണം എന്നാ വെള്ളം. ഖാൽ വസ്തിആബുൽ ബദൻ, അപ്പോൾ കുളിൻ്റെതും അങ്ങനെ തന്നെയാണ്. റോൾ ചെയ്ത് പോണ വെള്ളമായിരിക്കണം. അപ്പോൾ അല്ലാത്ത വെള്ളമാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വൈപ്സ് പോലെ ഇങ്ങനെ തടവ് ഇങ്ങനെ പോയി നനവ് തട്ടിച്ചിട്ട് കാര്യമില്ല. അത് ഇതിൽ ഇതാക്കില്ല. മസ്ഹ് എന്ന് പറഞ്ഞത് അത് ഇങ്ങനെ ഉരുണ്ട് കളിച്ചോണ്ടിരിക്കല്ലേ? നിങ്ങളെ ശരീരത്തിൽ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കല്ലേ? വലിയ ഉരുണ്ട അതായി, വളരെ സ്പീഡായി. അത് തന്നെ മാത്രമല്ല കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തട്ടിയില്ല അറിയിരിക്കുക. പിന്നെ മസ്ഹുണ്ട്,
തടവൽ എന്ന് പറഞ്ഞാൽ നനവ് തട്ടിക്കല. എന്താണ് നനവ് തട്ടിക്കല? വെള്ളം ഉരുളണമെന്ന് നനവ് തട്ടിക്കാന്ന് പറഞ്ഞാൽ നനവ് തട്ടിക്കൽ മാത്രം. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ഒരാൾ തട്ടിട്ടിട്ട് വന്ന് ഈ തൊപ്പിട്ട് വന്ന്, ഇത് കുറച്ച് കട്ടിയുണ്ട്, ഇയാളൊക്കെ തൊപ്പിട്ടിട്ട് വന്ന്, ഇയാൾ തൊപ്പിയൊക്കെ ഇട്ടിട്ട് വന്ന് കയ്യുമ്പോൾ നനവ് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ആക്കിയപ്പോൾ ആ നനവ് മുടിയുമ്പോൾ തട്ടി, അത് മതി. കാരണം മസ്ഹാണത്. മസ്ഹ് നനവ് തട്ടല. എന്ത് തട്ടൽ? നനവ് തട്ടല. പിന്നെ വേറൊന്നുണ്ട് റഷ്, അതാ പിന്നെ എടുക്കാം. റഷ് എന്ന് പറയും. അതിൽ സേലാന് വേണ്ട തമീം വേണമെന്നറിയും, അത് പിന്നെ എടുക്കാം. നീയത്ത് വെക്കണ്ട, നീയത്ത് വെക്കാണ്ട് മുങ്ങ. കുളത്തിൽ ഇറങ്ങുക, നീയത്ത് വെക്കാണ്ട് കുളത്തിൽ ഇറങ്ങിയാൽ ജനാപത്ത് നീങ്ങോ? എന്നിട്ട് ഞാൻ നീയത്ത് വെക്കുന്നു എന്ന് അറിഞ്ഞിട്ട് വലത്തെ ഭാഗത്തൊക്കെ വെള്ളം ഒഴിക്കുക, അത് എടുക്കുകയൊക്കെ ചെയ്യും. നടക്കുക എന്താണ് സുന്നത്തൊക്കെ എടുക്കാൻ. വമിനൽ വുളൂഇ, വുളൂഇൽ പെട്ടതാണ് ഗസ്ലുൽ വജ്ഹി വലിയത്. ഇപ്പോൾ കുളിക്ക് വേണ്ടി സുന്നത്തുണ്ട്, മുഖം കഴുകലും കൈ കഴുകലും തല തടവലും കാല് കഴുകലും. അതല്ലാതെ വുളു എടുക്കൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു സുന്നത്തുണ്ട്. വുളുവിൻ്റെ നിയ്യത്ത് വെച്ച് വുളു എടുക്കൽ സുന്നത്താണ്. കുളിക്ക് വേണ്ടി വേറൊന്ന് എടുക്കൽ, അത് വേറൊന്ന്. രണ്ടെണ്ണം ഉണ്ട്, ഒന്നല്ല, എത്ര എണ്ണം ഉണ്ട്? രണ്ടെണ്ണം ഉണ്ട്. ഒമസ്ഹു ബഅദി റാസി വഗസ്ലു റിജ്ലൈനി മഅൽ കഅബൈനി മറത്തൻ മറ, ഒറ്റ വട്ടം ചെയ്താൽ മതി കുളിക്ക് വേണ്ടിയിട്ടുള്ളത്. വുളു വേറെ ഒന്നുണ്ട്. മഅൻ നിയ്യത്തി വത്തർത്തീബി, നിയ്യത്തും വേണം തർത്തീബും വേണം. വുളു ആണെന്നുള്ളത് കുളിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വമാ അദാഹു സുനനുൻ മുഅക്കദ, ഈ പറയപ്പെട്ട കാര്യങ്ങളല്ലാത്തൊക്കെ സുന്നത്താണ്. പറയപ്പെട്ട കാര്യങ്ങളെന്ന് ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, നിയ്യത്തും തഅമീമുൽ ബദനും. ഫദ്ലുഹാ കസീർ, അതിൻ്റെ പ്രാധാന്യം ഭയങ്കരമാണ്. വസവാബുഹാ ജസീൽ, അതിൻ്റെ ഫലം കൂടുതലാണ്. വൽ മുതഹാവിനു ബിഹാ ഖാസിർ, അതിനെ ഭയങ്കര വില വെക്കാത്തവനൊക്കെ നശിച്ചവനാണ്, ഖൈറില്ലാത്തവനാണ്. ബൽ ഹുവ ബി അസ്ലി ഫറായിദിഹി മുഖാതിർ, അവന് അവൻ്റെ ഫർളുകളെ കൊണ്ട് തന്നെ അവന് ചൂതാട്ടം കളിക്കാം. കാരണം എന്താ വെച്ചാൽ ഫർളിൽ ഓട്ട വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നത് എന്താ? സുന്നത്തുകളാണ്. فإن النوافل جوابر الفرائض, എന്ത്? ഫർളുകളെ പരിഹരിക്കുന്നതാണ് സുന്നത്തുകൾ. സുന്നത്ത് എടുക്കണ്ടേ? എന്നിട്ട് ഇവിടെ പറഞ്ഞ് ആദാബു തയമ്മും, തയമ്മുമിൻ്റെ അതബുകൾ. കുളി കഴിഞ്ഞ്, വുളു കഴിഞ്ഞ്, കുളി കഴിഞ്ഞ് തയമ്മു പറഞ്ഞ്. فإذا عجزت عن الماء لفقده بعد الطلب, വെള്ളം ഉപയോഗിക്കാൻ നോക്കാം. തയമ്മും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റണില്ല വെള്ളം, അപ്പോൾ തയമ്മും ചെയ്യാം. എന്തുകൊണ്ട്? അസുഖം കൊണ്ട് അയാൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല തയമ്മും, അല്ല വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വെള്ളമില്ലാത്തത് കൊണ്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഒന്നോലെ ഫഖ്ദ് കൊണ്ട്, അല്ല ആജിസ് കൊണ്ട്. വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ വെള്ളം ഉണ്ടെങ്കിലും തയമ്മും അയാൾക്ക് പറ്റും. വെള്ളം ഇല്ലാത്തത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ തയമ്മും ചെയ്യാൻ കഴിയൂല. പറഞ്ഞു കഴിഞ്ഞാ. പിന്നെ വെള്ളം നഷ്ടപ്പെട്ടതിനാലാണെന്നുണ്ടെങ്കിൽ, നാട്ടും പുറത്താണെങ്കിൽ, അതായത് നാട്ടിലാണെങ്കിൽ അത് പരിഗണിക്കില്ല. അയാൾ വെള്ളം ഒരു നാട്ടിൽ അയാൾ ചെന്നു, വെള്ളം ആ നാട്ടിലില്ല, അപ്പോൾ അയാൾ തയമ്മും ചെയ്തു. പക്ഷെ അയാൾ തയമ്മും ചെയ്താലും അയാൾ വീണ്ടും നിസ്കരിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ നാട്ടിൽ വെള്ളമില്ലാതിരിക്കില്ല. ഒരു മനുഷ്യർ ജീവിക്കുന്ന നാട്ടിൽ വെള്ളമില്ലാതിരിക്കില്ല. അപ്പോൾ വെള്ളം ഇയാൾക്ക് കിട്ടിയില്ല എന്നായിട്ടുള്ളൂ, വെള്ളം ഇല്ലാന്നായിട്ടില്ല. പക്ഷേ കാട്ടിലാണ്, വെള്ളമില്ലാത്ത സ്ഥലത്താണ്, നാടുകളല്ല, ആൾക്കാരും പശുക്കളും ഇവിടെ ഒന്നുമില്ലാത്ത നാടുകളല്ല എന്നുണ്ടെങ്കിൽ തയമ്മും ചെയ്താൽ മതി. വെള്ളമില്ലാത്ത കൊണ്ട് തയമ്മും ചെയ്തല്ല. വ്യക്തമാണ് പറഞ്ഞ.
ഇപ്പോൾ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ ചുറ്റോറും നോക്കണം. വെള്ളമില്ല എന്നുണ്ടെങ്കിൽ അയാൾ ചുറ്റോറും നോക്കണം, അന്വേഷിക്കണം നിർബന്ധമായിട്ടും. ഔ ലിമാനിഇൻ മിനൽ വുസൂലി ഇലൈഹി മിൻ സബുഇൻ ഔ മിൻ ഹാബിസ്, അല്ലെങ്കിൽ ഒരു എന്തുണ്ട് വെള്ളത്തിലേക്ക് എത്തിക്കാൻ ഒരു പ്രയാസമുണ്ട്. കാരണം എന്താ? വെള്ളത്തിൽ നോക്കുമ്പോൾ പാമ്പ്, അപ്പോൾ ഉള്ളു കൊടുക്കാൻ പേടിയായി, അപ്പോൾ നിയമം ചെയ്യാം. അല്ല ഹൗളിൻ്റെ അവിടെ പാമ്പ്, വേറെ വഴിയൊന്നുമില്ല, വേറെ വെള്ളമുള്ള സ്ഥലങ്ങളൊന്നുമില്ല, ഇതേ ഉള്ളൂ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിയമം ചെയ്യാം. ഔ കാനൽ മാഉൽ ഹാദിറു തഹ്താജു ഇലൈഹി ലിഅതശിക വ അതശി റഫീഖിക്. അതായത് വെള്ളമുണ്ട്, പക്ഷേ അത് ദാഹം തീർക്കാനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. കുടിച്ച്, അതായത് അതുകൊണ്ട് ഉള്ളു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ദാഹം തീരില്ല. ഔ കാന മിൽക്കൻ ലിഗൈരിക വലം യബിഅ ഇല്ലാ ബിഅക്സറ മിൻ സമനിൽ മിസ്ലി. വെള്ളമുണ്ട്, പക്ഷേ ആ വെള്ളം പൈസയോടെ വിൽക്കാൻ വേണ്ടി വെച്ചേക്കാണ്. അപ്പോൾ നോക്കാം, സാധാരണ വെള്ളം എത്ര ഉറുപ്പ്യക്ക്, 1 ഉറുപ്പ്യക്ക് 2 ഉറുപ്പ്യക്ക് കിട്ടണ വെള്ളം ഇയാൾ 10 ഉറുപ്പ്യക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മേടിക്കണം നിർബന്ധമാവില്ല, പൈസ ഉണ്ടെങ്കിലും കൂടി തൈമം ചെയ്യാം. അതേസമയത്ത് വെള്ളം സാധാരണ ഉള്ളത് 2 ഉറുപ്പ്യക്കാണ്, ഇയാൾ 2 ഉറുപ്പ്യക്ക് 2.5 ഉറുപ്പ്യക്ക് മേടിച്ചെന്നുണ്ടെങ്കിൽ, അല്ല 2 ഉറുപ്പ്യക്കാണ് ഇയാൾ, അല്ല ഞാൻ തൈമം ചെയ്യാന്ന് പറഞ്ഞാൽ ശരിയാവില്ല, സമനിൽ മിസ്ലു കൊടുത്തിട്ട് മേടിക്കണം. ഔ കാന ബിക ജിറാഹത്തുൻ, മുറിവുണ്ട്, ഔ മറദുൻ തഖാഫു മിൻഹു അലാ നഫ്സിക, അല്ലെങ്കിൽ ഒരു അസുഖമുണ്ട്, താൻ സ്വയം ഹലാക്കാവോ, അല്ലെങ്കിൽ ആ അവയവത്തിന് ഉപദ്രവം വരുമോ വെള്ളം തട്ടിയാൽ എന്ന് പേടിയാണെങ്കിൽ, അതായത് ആ പേടിക്കൊരു അടിസ്ഥാനം ഉണ്ടായിരിക്കണം, ഡോക്ടർ പറയണം. ഫസ്ബിർ ഹത്താ യദ്ഖുല വഖ്തുൽ ഫരീദ, അങ്ങനെയാണെങ്കിൽ ഫർളിൻ്റെ വഖ്ത് പ്രവേശിക്കൽ വരെ കാത്തിക്കണം. കാരണം തയമ്മും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്സാണ്, പാസ്സാണ്. അതായത് പാസ്സാവണം എന്നെങ്കിൽ സമയം കടക്കണം. സുമ്മഖ്സിദ് സഈദൻ തയ്യിബൻ, അതായത് മണ്ണ് പൊടിയുള്ള മണ്ണായിരിക്കണം. അലൈഹി തുറാബുൻ ഖാലിസുൻ താഹിറുൻ ലയ്യിനുൻ, ശുദ്ധിയായ മണ്ണായിരിക്കണം. അപ്പോൾ ചെമരുമ പറ്റൂല. ഫദ്രിബ് അലൈഹി കഫൈക, അപ്പോൾ 2 കൈ കൊടുക്കുക, നീ വെച്ചിട്ട് 2 കൈ എടുത്തുക അടിക്കുക. ദാമ്മൻ ബൈന അസാബിഇക്, വിരലുകൾ ഇതാക്കിയിട്ട് ഇങ്ങനെ അടിക്കുക, അങ്ങനെ വിരൽ ഇങ്ങനെ ആക്കുക, അടിക്കുക മണ്ണിൽ. വൻവി ഇസ്തിബാഹത സ്വലാഹ്, നിസ്കാരം ഇസ്തിബാഹത്ത് ചെയ്യാൻ. ഇവിടെ ഹദസ് നീക്കൂല, ഉയർത്തൂല, ഹദസിനെ ഉയർത്തൂല. പിന്നെന്താ ചെയ്യുക? നിസ്കാരത്തിൽ പാസ്, താൽക്കാലിക പാസ്. റഫൽ ഹദസ് ഉണ്ടാവില്ലല്ലോ, അത് വെച്ച് കഴിഞ്ഞാൽ അത് തലാഉബായി പറ്റൂല. വംസഹ് ബീമാ വജ്ഹക കുല്ലഹു, എന്നിട്ട് എന്ത് ചെയ്യുക നോക്കിയേ, ഇങ്ങനെ അടിച്ച്, എന്നിട്ട് എന്ത് ചെയ്യുക, അത് പൊടി പൗഡർ പോലെ ആക്കിയിട്ട് മുഖത്ത് വെക്കണമെന്നല്ല, ഇങ്ങനെ ആക്കാം. എന്നിട്ട് നോക്കിയ അടിച്ച് ഇങ്ങനെ അടിക്കണ്ട, ചെറുതായിട്ട് അടിക്കുക, ഇങ്ങനെ ആക്കണ്ട, അതിനെ ഫുള്ളായി കറാത്ത് ഇങ്ങനെ ആക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇതാക്കാം. മറത്തിയാണ്ട് വരക്കണമെന്നൊന്നുമില്ല. എന്തിന് അങ്ങനെ ഭൂതപ്പൊടി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അടിക്കാം, ഇങ്ങനെ ആക്കാം. പിന്നെ മണ്ണ്, സാധാ മണ്ണിൽ ഇത്ര പൊടി ഉണ്ടാവില്ലല്ലോ, സിമെൻ്റ് ഒന്നല്ലല്ലോ, അല്ലെങ്കിൽ വൈറ്റ് വാഷിൻ്റെ മറ്റേതൊന്നും അല്ലല്ലോ, സാധാ മണ്ണല്ലേ, അതിനൊരു ഇതുണ്ടല്ലോ. അതായത് തേമം ചെയ്യുമ്പോൾ മുഖത്ത് ഇങ്ങനെ പൗഡർ തേച്ച പോലെ ഉണ്ടാവില്ല, സാധാരണ ഒരു വിഷയം ഇങ്ങനെ. ولا تتكلف إيصال الغبار إلى منابت الشعور خفت أو كثرت, അതായത് മുടികളുടെ ഉള്ളിലേക്ക്, ഇതിൻ്റെ ഒക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഉള്ളിലേക്ക് ആക്കണ്ട, ഇതൊക്കെ പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും ആക്കണ്ട.
ഇങ്ങനെ തടവി മതി, എത്രയേ വേണ്ടുള്ളൂ പറഞ്ഞ് പുരുകയുണ്ട്, പുരുകൻ്റെ ഉള്ളിൽ ഇതാ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വുളു അല്ലല്ലോ, തയമ്മൂമല്ലേ. ആ വുളു എന്നറിയുമ്പോൾ എല്ലായിടത്തും എത്തിക്കണം. അത് ശരിക്കും പറഞ്ഞാൽ വുളു എന്നറിയും വെള്ളം താടിൻ്റെ ഉള്ളിലും തട്ടിക്കണം, അതാണ് അടിസ്ഥാനപരമായ അർത്ഥം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് തന്ന് ശരിക്കും താടി വെക്കണം. അപ്പോൾ താടി വെക്കണം എന്നുള്ള സുന്നത്തുണ്ട്. ആ താടി കട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പ്രയാസമാണ് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം തട്ടിക്കൽ. കാരണം കുറേ വട്ടം ഒരു ദിവസത്തിലുണ്ടാവും വുളു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളവ് കൊടുത്തതെന്ന് മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ വെള്ളം തട്ടിക്കണം എന്നാണ് അടിസ്ഥാനം. ഇത് മുഖത്ത് പൊടി, അതായത് കൈ കൊണ്ടിട്ട് ഇങ്ങനെ ആക്കാം, തടവുക, അത്രയേ ഉള്ളൂ. പിടിച്ചിട്ട് ഉള്ളിക്കും കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല. സുമ്മൻസി ഖാത്തമക്, ഇനി എന്താ ചെയ്യുക, അടുത്ത അടിയിൽ എന്താണ് മോതിരം ഊര, കയ്യിനല്ലേ അടുത്ത അടി. വദ്രിബ് ദർബതൻ സാനിയതൻ മുഫർരിജൻ ബൈന അസാബിഇക്, ഇനി അടുത്ത അടിക്ക് എന്ത് ചെയ്യുക, വിരലുകൾ വിടർത്തിയിട്ട്, കാരണം അടുത്ത അടി കയ്യിനുള്ളതാണല്ലോ. അപ്പം മോതിരം നീക്കണം, മനസ്സിലായ? മോതിരം നീക്കിയിട്ട് അടിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, വംസഹ് ബിഹിമാ യദൈക മഅ മിർഫഖൈക്, ഇതാ മുട്ടിനൊപ്പം, മുട്ട് വരെ എടുത്ത് മുട്ടിനൊപ്പം. فإن لم تستوعبهما فاضرب ضربة أخرى إلى أن تستوعبهما. അപ്പോൾ അതിലുള്ള എന്താ ചെയ്യുക, ഇങ്ങനെ ആക്കിയപ്പോൾ കുറച്ചൊക്കെ പൊടി ഉണ്ടാവില്ലേ, ഇങ്ങനെ ആക്കിയപ്പോഴത്തേനും ആ കുറച്ച് പൊടി ഇല്ല, അത് ഫുള്ളും കൈ കാലിയായി എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അടിക്കാം. മനസ്സിലായ? അതായത് അതിൽ കുറച്ച് പറ്റി പിടിച്ച പൊടി ഉണ്ടാവും, കുറേ ഒന്നും ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ ആക്കിയാൽ. തീരെ കയ്യുമ്പോഴൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അടിക്കാം. അന്തസ്ത എല്ലായിടത്തേക്കും എത്തണത് വരെയെന്ന്. അതിനർത്ഥം പൗഡർ പോലെ ആക്കണം എന്നല്ല, ആ മണ്ണിൻ്റെ ആ പൊടി എല്ലായിടത്തേക്കും എത്തണം. മൂന്നൊന്നുമില്ല, ഇത് മൂന്നൊന്നുമില്ല, ഒറ്റ പ്രാവശ്യം. ثم امسح إحدى كفيك بالأخرى وامسح ما بين أصابعك بالتخليل. ده هنا كاكا وصل به فرضا واحدا. ഒറ്റ ഫർള് നിസ്കരിക്കേണ്ടുള്ള പാസ്സാണത്. وما شئت من النوافل بعد الفرض. ഫർള് കഴിഞ്ഞാൽ ഏത് സുന്നത്ത് വേണമെങ്കിലും നിസ്കരിക്കാം. വലൈക്കും സലാം. മുഷ്കിൽ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് മനസ്സിലായി. എന്നിറങ്ങി فإذا أردت فرضا ثانيا, ഇനി രണ്ടാമത്തെ ഫർള് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ فاستأنف له تيمما آخر, വേറെ തയമ്മും ചെയ്യണം. അപ്പോൾ സുന്നത്ത് എത്ര വേണമെങ്കിലും തയമ്മും കൊണ്ട് ചെയ്യാം. ഫർള് കഴിഞ്ഞതിന് ശേഷം മുമ്പാണെങ്കിലും എപ്പോഴാണെങ്കിലും. ഖുർആൻ ഓതാൻ വേണ്ടി തയമ്മും ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് വേറൊന്നും ചെയ്യാൻ കഴിയൂല. കാരണം ഖുർആൻ ഓതാൻ തയമ്മും വേണോ? തയമ്മും പോട്ടെ, വുളു ചെയ്താൽ ആ വുളു കൊണ്ട് നിസ്കരിക്കാൻ കഴിയൂല. കാരണം ഖുർആൻ ഓതാൻ വുളു വേണോ? ഖുർആൻ ഓതാൻ വുളു ആവശ്യമാണോ? തൊടാൻ വേണ്ടി വുളു എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ആ വുളു കൊണ്ട് എല്ലാ പ്രവൃത്തിയും ചെയ്യാം. കാരണം വുളു ആവശ്യമുള്ള തയമ്മും, ഖുർആൻ തൊടാൻ വേണ്ടി തയമ്മും ചെയ്താൽ അതുകൊണ്ട് ഫർള് നിസ്കരിക്കാൻ പറ്റില്ല. കാരണം സുന്നത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഇത് പാസ്സാണ്, വുളു പോലെയല്ല. വുളു പാസ്സല്ല. പറഞ്ഞിരിക്കുക, വുളുയിൽ നോക്കുക, വുളു ആവശ്യമുള്ളതിന് വുളു എടുത്തതാണോ ആവശ്യമില്ലാത്തതിന് വുളു എടുത്തതാണോ എന്ന് നോക്കും. തയമ്മുമാണെങ്കിൽ ഫർളിന് വുളു എടുത്തതാണോ സുന്നത്തിന് വുളു എടുത്തതാണോ, അതോ തയമ്മു ചെയ്തത് ഫർളിന് വേണ്ടി തയമ്മു ചെയ്തതാണോ സുന്നത്തിന് വേണ്ടി തയമ്മു ചെയ്തതാണോ, അതാ ഇതൊന്നും ആവശ്യമില്ലാത്തതിന് വേണ്ടിയിട്ട് തയമ്മം ചെയ്തതാണോ എന്ന് നോക്കും. അപ്പോൾ 3 എണ്ണമായി. വുളുവിന് 2 എണ്ണം ഉണ്ടാവുള്ളൂ. വ്യക്തമാണ് പറഞ്ഞത്?
ഖുർആൻ ഓതാൻ വേണ്ടി ഒന്ന് കൊടുത്ത്. ആ പക്ഷേ നിയത്ത് വെക്കുമ്പോൾ സാധാ പോലെ സംസ്കാരത്തെ ഹലാലാക്കുന്നിട്ട് നിയത്ത് വെച്ച്. അപ്പോൾ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ടല്ലല്ലോ അയാൾ കൊടുത്തത്, നിയ്യത്തല്ലേ, ഇന്നലെ നിയ്യത്തല്ലേ. അപ്പോൾ ഇവിടെ തേമം പറഞ്ഞു. ഇവിടെ പറയാത്ത നമ്മൾ സാധാരണ വരുന്ന മസാലത്താണ് എന്ത്, ഈ ജബീറത്തിൻ്റെ മസാലത്ത്. ഇവിടെ ശ്രദ്ധിക്കുക, ജബീറത്തിൻ്റെ മസാല ഏറ്റവും എളുപ്പമുള്ള മസാലത്താണ്, പക്ഷെ എല്ലാവരും ശ്രദ്ധിക്കാത്ത മസാലത്താണ്. ജബീറത്ത് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റർ, പ്ലാസ്റ്ററിൻ്റെ മസാലത്ത്. അതായത് ഒരാൾക്ക് മുറിവുണ്ട്, മുഖത്തോ കയ്യുമുലോ കാലുമുലോ എവിടെ ആവട്ടെ മുറിവുണ്ട്. മേലാണെന്നുണ്ടെങ്കിൽ ഒളൂനെ ബാധിക്കില്ല, കുളീനെ ബാധിക്കും. കുളിക്ക് വരാം. അപ്പോൾ ഒരാളെ മുഖത്താണ് മുറിവുള്ളത് എന്നുണ്ടെങ്കിൽ ചോദ്യം, ആ മുറിവിൻ്റെ അവിടെ കൂടി വെള്ളം തട്ടിക്കാൻ പറ്റുമോ? പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ വുളൂ മതി. മുഖത്തോ കയ്യിലോ മുറിവുണ്ട്, ആ മുറിവുമ്മ വെള്ളം തട്ടിക്കാൻ കഴിയൂല. എന്ത് ചെയ്യാൻ കഴിയൂല? മുറിവുമ്മ വെള്ളം തട്ടിക്കാൻ കഴിയൂല. അപ്പോൾ അതിന് തയമ്മും ആവശ്യമാണ്. കാരണം അവിടെ മിസ്സിങ് ഉണ്ട്, ആ മിസ്സിങ്ങിന് പരിഹാരമായിട്ട് പാസ് എടുക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? മുഖം കഴുകുമ്പോൾ ഒന്നുപോലെ കഴുകണതിൻ്റെ മുമ്പോ മുഖത്തിൻ്റെ സ്ഥലത്തൂല്ലേ, അതായത് ഫർളായ മുഖത്തിൻ്റെ സ്ഥലം എത്തുമ്പോൾ ആ മുഖത്തിന് വേണ്ടി തയമ്മൂമ് ചെയ്യണം. അതൊന്നുപോലെ മുഖം കഴുകിയതിന് ശേഷം വെള്ളം ഒപ്പിയിട്ട്, കാരണം മണ്ണ് കലരുതല്ലോ, അല്ലെങ്കിൽ ആദ്യം തയമ്മൂമ് ചെയ്യാം. മനസ്സിലായ? അപ്പോൾ തയമ്മൂമ് ചെയ്യാം. ഇവിടെ മസാലത്ത് ആ മുറിവിൻ്റെ മോളിൽ കൂടി നമുക്ക് തയമ്മൂമ് തട്ടിക്കാൻ പറ്റുമോ? പറ്റുന്നുണ്ടെങ്കിൽ പ്രശ്നം തീർന്നു. പറ്റുന്നുണ്ടെങ്കിൽ പ്രശ്നം തീർന്നു, ഒരു പ്രശ്നവുമില്ല. പറ്റില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും തയമ്മൂമ് ചെയ്യണം, ആ മുറിവിനെ ബാക്കി വെച്ചിട്ട്. അപ്പോൾ ഇവിടെ പ്രശ്നം ഒറിജിനലും തട്ടിയില്ല, പാസ്സായിട്ട് ഉപയോഗിച്ചതും തട്ടിയില്ല എന്നായി. അങ്ങനെ വരുമ്പോൾ ഇയാൾ നിസ്കാരം വീണ്ടും നിസ്കരിക്കേണ്ടി വരും. കാരണം ഇയാൾക്ക് അനുവദിച്ച പാസ് അടക്കം മിസ്സിങ് ആണ്. അതായത് അസ്ലും ബദലും മുബ്ദലും ഇനൊക്കെ മിസ്സിങ് ആണ്. അതുകൊണ്ട് അയാൾ വീണ്ടും നിസ്കരിക്കണം. തയമ്മം മുട്ടണം, പിന്നെ പ്രശ്നം തീർന്നല്ലോ. മനസ്സിലായ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലാ കുല്ലി ഹാൽ. അപ്പോൾ എന്താ ഉണ്ടായത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലാ കുല്ലി ഹാൽ. അപ്പോൾ മുഖത്തോ കയ്യിലാണ് എന്നുണ്ടെങ്കിൽ, മുഖത്തും കയ്യിലാണെന്നുണ്ടെങ്കിൽ മുഖത്തിനൊരു തയമ്മും കയ്യിന് വേറെ തയമ്മും വേണം. കാരണം ഒറിജിനലി വുളു ആണ് ഇവിടെ, തയമ്മുമല്ല. മനസ്സിലായ? വുളുവിൻ്റെ മസായിലാണ് ഇവിടെ വരുള്ളൂ, തയമ്മൂമിൻ്റെ മസായിലല്ല വരാം. അപ്പോൾ ഇയാൾ മുഖത്തിന് വേണ്ടിയിട്ട് മുഖത്ത് മുറിവുണ്ട്, ഇയാൾ വെള്ളം തട്ടിക്കാൻ നോക്കി, ആ മുറിവിൻ്റെ അവിടെ വെള്ളം തട്ടിക്കാൻ കഴിയൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ളവരതൊക്കെ വെള്ളം തട്ടിക്കാം. മുറിവിന് വേണ്ടിയിട്ട് അയാൾ തയമ്മം ചെയ്യാം. തയമ്മം ചെയ്യുമ്പോൾ ആ മുറിവുമ്മൽ കൂടി തയമ്മം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നോ പ്രോബ്ലം, ഫിനിഷ്. ഇനി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പറ്റുന്ന സ്ഥലത്ത് തയമ്മം ചെയ്യണം. എന്നിട്ട് അടുത്ത അടി എടുത്തിട്ട് കൈ ഇതാക്കണം. തയമ്മമല്ലേ, നിസ്കാരം മാറ്റണം എന്നുള്ള സ്ഥലത്ത് വേറെ വരും. അത് കഴിഞ്ഞു മുഖത്തിൻ്റെ. ഇനി അടുത്തത് കൈ കഴുകണം. കയ്യുമ്മലും മുറിവുണ്ടെന്ന് വെച്ചോ. അപ്പോൾ കൈ കഴുകണ വേള ആവുമ്പോൾ കയ്യിന് വേണ്ടി രണ്ടാമത്തെ തയമ്മം ചെയ്യണം. കാരണം ഇത് മുറിവ്, രണ്ട് മുറിവുണ്ട്, ഒരു മുറിവ് ഇവിടെ, ഒരു മുറിവ് ഇവിടെ, രണ്ട് തയമ്മം വേണം. കാരണം അവയവത്തിൻ്റെ മിസ്സിങ് പരിഹരിക്കലാണ് തയമ്മൂമ്. തയമ്മൂമ് ഇവിടെ ഉളുവിൻ്റെ പകരമല്ല, അത് മുറിവിന് വേണ്ടിയിട്ടുള്ള തയമ്മൂമാണ്. അപ്പോൾ കയ്യുമുള്ള തയമ്മും അതേ മസാലത്ത് വരും. വെള്ളം തട്ടിച്ചാൽ പിന്നെ തയമ്മം വേണ്ട. വെള്ളം തട്ടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തയമ്മും തട്ടിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല, വീണ്ടും എടുക്കേണ്ട ആവശ്യമില്ല. തയമ്മം തട്ടിക്കല്ലെങ്കിൽ പറ്റണോടത്തൊക്കെ തയമ്മം ചെയ്യുക, പറ്റാത്തടത്ത് എന്ത് ചെയ്യുക?
പറ്റാത്തോടത്ത് വിടാ, അല്ലാണ്ട് എന്ത് ചെയ്യണം? അപ്പം അത് ക്ലിയറായ? ഇതെന്തേലും പ്രശ്നമുണ്ടാ? മനസ്സിലായ? ഇനി തയമ്മുമിൻ്റെ അവയവത്തിലല്ല, വുളൂവിൻ്റെ അവയവത്തിലാണ്. ഏത്? കാല്. തയമ്മും കാലുമൽ തയമ്മുണ്ടാ? കാലുമ തയമ്മുണ്ടാ? അപ്പോൾ നമ്മൾ നോക്കും. വെള്ളം തട്ടിക്കാൻ പറ്റണം, മുറിവുമ്പോൾ വെള്ളം തട്ടിക്കാൻ പറ്റണമെങ്കിൽ പ്രശ്നം ഇല്ല. ഇനി മുറിവുണ്ട്, മുറിവിൻ്റെ മുകളിൽ ഓയിൻമെൻറ്റ് വരട്ടി വെച്ചേക്കാണ്. അതായത് മുറിവിൻ്റെ അത്രയാണ് ഓയിൻമെൻ്റ് ഉള്ളോ എന്നുണ്ടെങ്കിൽ മുറിവിനെക്കാട്ടും കൂടുതലൊന്നുമില്ല, ഓയിൻമെൻറ്റ് വരട്ടി വെച്ചേക്കാണ്. അപ്പോൾ വുളു എടുക്കുക, ആ മുറിവിൻ്റെ അവിടെ വെള്ളം തട്ടിക്കാനായിട്ടുള്ള ഓയിൻമെൻറ്റും ഉണ്ട് അതിൻ്റെ മുകളിൽ. അപ്പോൾ ഒരു പ്രശ്നമില്ല, അതിന് വേണ്ടി തയമ്മും ചെയ്യുക, മടക്കൊന്നും വേണ്ട. കാരണം മുറിവുണ്ട്, ആ മുറിവിന് വേണ്ടി പരിഹരിച്ചു വുളു കൊണ്ട്, തയമ്മും കൊണ്ട് ഇല്ല. അപ്പോൾ കംപ്ലീറ്റായി. തയമ്മും മിസ്സില്ല. പറഞ്ഞു തരിഞ്ഞ മുറിവിന് പരിഹരിക്കാനും എന്ത് ചെയ്ത് തയമ്മും ചെയ്ത്, തയമ്മും കംപ്ലീറ്റാണ്. ഇനി രണ്ടാമത്തെ അവസ്ഥ, മുറിവുണ്ട്, സ്റ്റിക്കർ ഒട്ടിച്ചേക്കാണ്. നമ്മളൊക്കെ സ്റ്റിക്കർ, ബാൻഡേജ് അല്ല, സ്റ്റിക്കർ ഒട്ടിച്ചേക്കാണ്. സ്റ്റിക്കർ അറിയില്ല, മുറിവ് വന്നാൽ സ്റ്റിക്കർ ഒട്ടിക്കൂലേ? സ്റ്റിക്കർ ഒട്ടിച്ചേക്കാണ്. അപ്പോൾ ഇവിടെ വേറെ പ്രശ്നമുണ്ട്. മുറിവുമ്മൽ ഓക്കെ, മുറിവിൻ്റെ ചുറ്റോറുള്ള സ്റ്റിക്കറിൻ്റെ ആ ഭാഗങ്ങൾ അവിടെ വെള്ളം തട്ടിക്കേണ്ട സ്ഥലമാണോ അത്? അവിടെ വെള്ളം തട്ടിക്കാണ്ടിരിക്കാനുള്ള വകുപ്പ് എന്താ? ഒറിജിനലായിട്ട് വെള്ളം തട്ടിക്കേണ്ട സ്ഥലമാണ്, തട്ടിക്കണം നിർബന്ധമാണ്. മുറിവ് മാത്രമേ എനിക്ക് തേമം കൊണ്ട് പരിഹരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പറഞ്ഞ് സ്റ്റിക്കറാണ് ഇപ്പോൾ മിക്ക ബാൻഡേജോ അല്ലെങ്കിൽ എന്താണ് മുറിവിനെ മറക്കാൻ കുറച്ച് സ്ഥലമെങ്കിലും എന്ത് വേണം, ഒട്ടിപ്പിടിക്കാനുള്ള സ്ഥലങ്ങൾ ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ അവിടെയും വെള്ളം തട്ടില്ല. അപ്പോൾ അവിടെയാണ് പൊതുവെ എല്ലാ തീൽക്കും കൊടുക്കണ മസാലത്ത് വരാ. ഒളു എടുത്തിട്ടാണ് ഇട്ടത് എന്നുണ്ടെങ്കിൽ വീണ്ടും നിസ്കരിക്കേണ്ട. ഇപ്പോൾ സാധാരണ എന്താണ് പ്ലാസ്റ്ററിൻ്റെ മസാലത്ത് ചോദിച്ചാൽ ഒളു എടുത്തിട്ടാണ് ഇട്ട് വയ്ക്കും. അത് ഇവിടെ മാത്രമാണ് അതിന് ബാധകമാവുള്ളൂ. പറഞ്ഞത് തിരിഞ്ഞ. അതായത് കാലുമ്മ മുറിവുണ്ട്, കൈമലത്തെ മുറിവ് അത് ബാധിക്കൂല, കാരണം തൈമൂമിൻ്റെ അവയവമാണ്. കാലുമ്മൽ മുറിവുണ്ട്, അതായത് ഇവിടെ ഒരു വലിയ ഒരു മുറിവുണ്ട്. ആ മുറിവ് നമ്മൾ എന്ത് ചെയ്തൊക്കെ അതിൻ്റെ അയിമൽ ഒട്ടിച്ചേക്കാണ്, പ്ലാസ്റ്റർ ഇട്ടേക്കല്ല, ഒട്ടിച്ചേക്കാണ്. അപ്പം മുറിവുമ്മൽ പോയിട്ട് ഒട്ടിക്കൂലല്ലോ. അപ്പം മുറിവുമ്മ അത് ബന്ധാക്കാൻ വേണ്ടി അതിൻ്റെ ചുറ്റോറിങ്ങനെ ഒട്ടിച്ചുണ്ടാവും ഇല്ല. തയമ്മും പരിഹരിക്കുന്ന മുറിവിന് മാത്രമാണ്, മനസ്സിലായ? അപ്പം മുറിവിൻ്റെ ചുറ്റോറുള്ളതോ നിർബന്ധാവസ്ഥയതിനാൽ അവിടെ നമ്മൾ നോക്കും, ഉളു എടുത്തിട്ടിട്ടതാണ്, ഉളൂയിൽ ശുദ്ധിയിൽ ഇട്ടതാണ് എന്നുണ്ടെങ്കിൽ അയാൾ പറയും പരിഹരിച്ചിരിക്കുന്നു. കാരണം അതൊരു അത്യാവശ്യമാണ്, അയാൾ ശുദ്ധിയിലുമാണ് ഇട്ടത് എന്നുള്ളത് കൊണ്ട് പരിഹരിച്ചു. അല്ല, ഒന്നു മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കുഴപ്പമില്ല, ഒന്നു ഉള്ള അവസ്ഥയിലിടണം എന്നുള്ളൂ. മനസ്സിലായ? ഇനി അയാൾ എന്താണ് ആ മുറിവിന് വേണ്ടിയിട്ട് മുഴുവനും കെട്ടിപ്പൂട്ടി, ബാൻഡേജ് മുഴുവനിട്ട്. ഇവിടെ മുറിവിന് വേണ്ടിയിട്ട് തയമ്മും ഓക്കെ, അത്യാവശ്യമായി പൂട്ടേണ്ട സ്ഥലത്തിന് വേണ്ടിയിട്ട് ഒന്നു എടുത്തിട്ട് ഇടാന്നറിയും. ബാക്കിയുള്ളതോ അവിടെ വെള്ളം തട്ടിച്ചേ മതിയാവുള്ളൂ. കെട്ടുന്ന ആവശ്യമാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവർക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അള്ളാഹു അതിനെ ആഫു ചെയ്തു തരും. പക്ഷേ അവിടെ പരിഹരിക്കാൻ തയമ്മും കൊണ്ട് പരിഹാരമാവില്ല.
പിന്നെ പരിഹാരമില്ല. അതായത് അയാൾ അത് വീണ്ടും നിസ്കരിക്കേണ്ടി വരും. തേമം ചെയ്യണമല്ലോ. മുറിവിന് വേണ്ടി തേമം ചെയ്യണം. ഇയാളെ പ്രശ്നം വന്നത് മാറ്റി നിസ്കരിക്കാനുള്ള കാരണം വന്നത് എന്താണ്? ഇയാളെ വെള്ളം ആവശ്യമില്ലാത്ത കാലത്തും കൊണ്ടുപോയിട്ട് ഇതിട്ടത് കൊണ്ട്. അവിടെ എന്ത് ചെയ്യുക? അവിടെ ഉലമാക്കളോട് കാര്യങ്ങൾ പറയുക. അപ്പോൾ അവർ എന്ത് ചെയ്യും? ഒരു അഹ്വാലുകളനുസരിച്ചിട്ട് അതിൽ എന്താണ് അഹ്വാലുണ്ടോ മദ്ഹബുണ്ടോ നോക്കിയിട്ട് അവർ പറഞ്ഞു തരും. ഇതാണ് അടിസ്ഥാനപരമായ നിയമം. ഇവിടെ പഠിക്കുമ്പോൾ അടിസ്ഥാനപരമായ നിയമം പഠിക്കുക. അവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യുക? ഉസ്താദുമാരെ ഉലമാക്കളെ വിളിക്കുക. അവർ എന്ത് ചെയ്യും? അഹ്വാലനുസരിച്ചിട്ട് ഇപ്പം പറഞ്ഞു തരിക. ഇതാണ്. അല്ലാണ്ട് മുറിയുമ്പോൾ തന്നെ ഉള്ളെടുത്തിട്ടാണോ കെട്ടിയത് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. വ്യക്തമാണോ? അപ്പോൾ മുഖത്തോ കയ്യിലോ ആണ് എന്താണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ നോക്കാം. വുളൂ തട്ടിക്കാൻ പറ്റുന്ന തയമും വേണ്ട. തയമും തട്ടിച്ചാൽ പ്രശ്നം തീർന്ന്. മനസ്സിലായ? തയം തട്ടിക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ വുളൂവും ഫുള്ളായില്ല, തയമും ഫുള്ളായില്ല. അത് വീണ്ടും നിസ്കരിക്കണം. പിന്നുള്ളത് കാലുമ്മലാണെന്നുണ്ടെങ്കിൽ, അവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് അറിയും? ഈ പറയണ 3 അവസ്ഥയുണ്ടാവും. മുറിവ് മാത്രമാണ് അതിന് തയമ്മു പൂർണ്ണമായ തമോ പരിഹരിക്കേണ്ടത്. മുറിവും ആ മുറിവിനെ പിടിച്ചു നിർത്താനുള്ള ഒട്ടിച്ച സ്ഥലമാണെന്നുണ്ടെങ്കിൽ, ഒന്നുകൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ പ്രശ്നം തീർന്നു. അയാൾ വീണ്ടും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം മുറിവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് തയമ്മുമുണ്ട്, പിന്നെ അഫൂ എന്താ ശുദ്ധിയിലിട്ട് എന്നുള്ളൊരു പാസ് ഉണ്ട്, സ്പെഷ്യൽ പെർമിറ്റ്. അല്ല ഫുള്ളും കെട്ടി പൂട്ടിയെന്നുണ്ടെങ്കിൽ മുറിവ് വേണ്ടി തയമ്മും ചെയ്തു. അങ്ങനെക്കെട്ടോ. പക്ഷേ കെട്ടാൻ ഇവിടെ ഞാൻ വീണ്ടും പറയാണ്, ഇപ്പം ഈ പ്ലാസ്റ്റർ ഇടാൻ വേണ്ടിയിട്ട് ഒന്നുകൊടുത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെയാണ്. പ്ലാസ്റ്റർ ഇടണമെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, സ്തിംസാക്കിൻ്റെ ഖദറിന് മാത്രമാണ് എന്ത് ഉള്ളോ ശുദ്ധിയിലിടാന്നുള്ളതുള്ളൂ. മുറിവിൻ്റെ പിടിച്ചു നിർത്താനുള്ള സ്തിംസാക്കിൻ്റെ ഖദറിന് മാത്രമാണ് ശുദ്ധിയിലിടാന്നുള്ളതുള്ളൂ. പ്ലാസ്റ്റർ ഇടണേ ശുദ്ധിയിലിടാന്നുള്ള സ്ഥലത്ത് വരില്ല. ശുദ്ധി ഇട്ടാലും ഇല്ലെങ്കിലും എന്താണ് ഒരുപോലെ തന്നെ ഉണ്ടാവുക. പിന്നെ ഹോസ്പിറ്റലിൽ പെണ്ണുങ്ങൾ വന്നിട്ട് കൈ കൊണ്ട് തൊടില്ല, ഗ്ലൗസൊക്കെ ഇട്ടിട്ടേ വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്ററിൻ്റെ അവസരത്ത് മനസ്സിലായ, ജബീറത്തിൻ്റെ അവസരത്ത് ഇത്രയേ ഉള്ളൂ. ഫ്ലൈറ്റിൽ എന്താണ് തേമൂമ്? അത് തേമൂമിൻ്റെ കാരണം വെള്ളം എന്താ വെള്ളമില്ലായ്മ. വെള്ളം ഒരു ബോട്ട് കൈ വെച്ചാൽ മതില്ലേ? ഫ്ലൈറ്റിലിപ്പോൾ മിക്കതും ഒന്നുപോലെ ജമ, ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ പോകണമെങ്കിൽ ജമ ആക്കാൻ പറ്റുന്ന നിസ്കാരമാണ് ജമ ആക്കുക. അല്ലാത്ത നിസ്കാരമാണെങ്കിൽ ഉളൂയിൽ ഉണ്ടാവാൻ ശ്രമിക്കുക. ബോട്ടിൽ കൊണ്ടുപോവുക. സുബൈൻ്റെ സമയമൊക്കെ ആണെങ്കിൽ ബോട്ടിൽ വെള്ളം, ഒരു വലിയ ബോട്ടിൽ കൊണ്ടുപോവുക. ടൈമ് ഉളു എടുക്കുക, അത് പറ്റണ പോലെ നിസ്കരിക്കുക. നിസ്കാരം പൂർണ്ണമല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിലും ഔല ഇറങ്ങിയതിൻ്റെ ശേഷം ഒന്നുകൂടി മാറ്റി നിസ്കരിക്കുക. ഇതൊരു സംശയം ഉണ്ടാ? കുളി കഴിഞ്ഞാലും
ഫസ്റ്റത്തെ ഉളു എടുത്തില്ലെങ്കിലും കുളിക്കണതിൻ്റെ ഇടയിൽ ഉളു മുറിയുന്ന കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുളി തുടങ്ങുന്ന ശരിക്കുള്ള കുളി, സുന്നത്ത് കുളിയല്ല, ജുമാക്ക് പോകാനുള്ള കുളിയല്ല, ഫർദ് കുളി, അയാൾ കുളിക്കാൻ തുടങ്ങിയ സമയം മുതൽ ഉളു മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മുമ്പ് ഉളു എടുത്തില്ലെങ്കിലും അത് മതിയാവും. കാരണം കുളി വലുതാണ്, ഉളുവിനെക്കാട്ടിയും വലുതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉളു ഉൾപ്പെട്ടേക്കണം. ഫർദ് കുളിയിൽ എന്താ പറഞ്ഞ എന്ത് ഉളുവിൻ്റെ ഹദസ് ഉയർത്താന്ന് നീയത്ത് വെച്ച് ജനാബത്ത് ഉയർത്തിയാൽ മറ്റേതും കൂടി ഉയരും, രണ്ടും കൂടി ഉയരും. വലുത് ഉയർത്തിയാൽ ചെറുത് ഉയരും. അതായത് ഒരു സ്ത്രീ ഹൈളിന്ന് ശുദ്ധിയാവാൻ വേണ്ടി കുളിച്ചതാണെന്നുണ്ടെങ്കിൽ അതിൽ ഉളുവും കൂടി വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന്. പക്ഷേ അവിടെ കുളിച്ച് തുടങ്ങിയതിൻ്റെ ശേഷം ഉളു മുറിയുന്ന കാര്യങ്ങൾ ഉണ്ടാവരുത്. ഉണ്ടെങ്കിൽ പിന്നെ ഉളു തന്നെ വേണം. ഇപ്പോൾ ഒരാൾ കുളിക്കണതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് കൈയാണ്ട് സ്ലിപ്പായി വേറെ ഏതോ സ്ഥലത്തേക്ക്, അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? തന്നെ തോർത്തുമ്പോഴോ അല്ലെങ്കിലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? അയാൾ ഒന്നുകൂടി കൊടുക്കേണ്ടി വരും. അപ്പോൾ പറയുക അല്ല ഞാൻ ഒന്നുകൂടി വെള്ളം ഒഴിക്കാം. അയാൾ വെള്ളം ഒഴിച്ചാൽ അവിടുത്തെ തീർന്ന് ഇനി അടുത്ത വെള്ളം ഒഴിച്ചത് കാര്യമല്ല. മനസ്സിലായ? അങ്ങനെ വരുമ്പോൾ എന്താണ് പറയുക? അപ്പോൾ മുമ്പത്തെ ഉളു ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ തൊട്ടുകൊണ്ട് മുമ്പത്തെ ഉളു ഉണ്ടെങ്കിലും അതും മുറിഞ്ഞല്ലോ. പറ്റണ പോലെ ഫർളുകളും സുനനുകളും നന്നായിട്ട് എടുക്കുക. ഇതൊക്കെ തിരിയൽ ദീൻ്റെ ഭാഗങ്ങളാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട, സാധാരണ ആൾക്കാർ അറിയേണ്ടതാണ്. അല്ലാണ്ട് എന്താണ് പറയുക, ഇത് വലിയ വിഷയമായിട്ടുള്ള വിഷയമല്ല. ഇത് ഇത്രയേ ഉള്ളൂ. അറിയാണ്ടിരിക്കൽ കുറവാണ്. മൊയ്ലിയാക്കന്മാർ അറിയാണ്ടിരിക്കൽ കുറവൊന്നുമല്ല. സാധാരണ ഒരു മുസ്ലിമായ ഒരു മനുഷ്യന് അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അയാൾ പഠിക്കൽ അയാളുടെ മേൽ ബാധ്യത ഉണ്ടല്ലോ. കുളിയാണെങ്കിലും അല്ലെങ്കിലും. ഇപ്പോൾ സാധാരണ പ്ലാസ്റ്ററിൻ്റെ മസാലത്തൊക്കെ ആണെങ്കിൽ അയാൾക്കോ അയാളെ അടുത്തുള്ളവർക്കോ അങ്ങനെ വരന് വന്നത് കണ്ടു കഴിഞ്ഞാൽ അയാളത് പഠിക്കണ ബാധ്യത അയാൾക്കുണ്ട്. മനസ്സിലായ? കാരണം എന്താണെന്ന് അറിയണ്ടേ സംഭവം. പിന്നെ ഉള്ളത് വീണ്ടും നിസ്കരിക്കണ മസാലത്ത്. അത് ഉസ്താമാരോട് ഉണ്ടായതിന് ശേഷം വിളിക്കുക, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. തയമ്മുമിലും വുളൂയിലും വ്യത്യാസം ഉണ്ടാവില്ല. അത് വേറെ വിഷയം. വീണ്ടും എടുക്കണതിൻ്റെ മസാലത്തിൽ അവരോട് ചോദിക്കുക, നിങ്ങളെ ഹാല് പെർമിഷനുള്ള ഹാലാണോ? എന്താണ് നിസ്കരിക്കാൻ വീണ്ടും എടുക്കാമെന്നുള്ള പെർമിഷനുള്ള, വീണ്ടും എടുക്കണ്ട എന്നുള്ള ഒരു പെർമിഷൻ ഉണ്ടോ നിങ്ങൾക്ക് ഇല്ലേ എന്നുള്ളത് അവർ ആ അവസ്ഥ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നോക്കിയിട്ട് പറഞ്ഞുതരും. മനസ്സിലായ? വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ عدد خلقه ورضا نفسه وزينة عرشه ومداد كلماته سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. نعم.